ഓക്കെ. കണ്ടു. ഓക്കെ, ഇപ്പൊ ഓഡിയോയും വീഡിയോയും ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ റെഡി. അതേ കമന്റ്സും ക്ലിയർ അല്ലേ? ഓൾ ക്ലിയർ, എല്ലാം ഓക്കെ ആണ്. ഇന്നലത്തെ ക്ലാസ്സിൽ ചെറിയൊരു ബഗ് ഉണ്ട്. ആ ബഗ് തിരുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് 10:30 കൊണ്ട് അപ്പാക്കേണ്ടതായിരുന്നു, പക്ഷെ അത് ഒന്നുകൂടെ വർക്ക് ചെയ്തോട്ടെ. എന്താ വന്നെന്ന് അറിയത്തില്ല. നമ്മളിപ്പോ ഓഡിയോ വീഡിയോയുടെ ഒരു ഡീസിങ്ക് വന്നു, അതാണ്. ആ റെക്കോർഡ് ക്ലാസ്സിന്റെ നമുക്കത് ക്ലിയർ ആക്കാമേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും അല്ലാതെ PDF എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിനെ, സപ്പോർട്ട് ടീമിനെ വിളിക്കണേ. 100% സോൾവ്, അതാരും പേടിക്കേണ്ട. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഒരു ബഗ് വന്നില്ലേ, അത് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഇച്ചിരി സമയം കൂടെ തരണം, കാരണം ഇന്ന് 10 കൊണ്ട് ആവേണ്ടത് ഇച്ചിരി ആയില്ല. അപ്പൊ അതുകൂടെ ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഓക്കെയാ. കേട്ടോ? പോരെ? അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാളെ നമുക്ക് എക്സാം ഉണ്ട് CPO, അതേപോലെ ASMനും പ്രിപ്പയർ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏറ്റവും അഡ്വാൻറ്റേജ് കുറച്ച് നേരം കൊണ്ട് തന്നെ വരും. അതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോകാം, പഴയതുപോലെ. റെഡി, തുടങ്ങാം. ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 10 എണ്ണമേ ഉള്ളൂ. ഇച്ചിരി പാടൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് സെറ്റ് ചെയ്യണം. തുടങ്ങാം. പറഞ്ഞേ. അഖില, രാഗി, ബിച്ചു എന്താ പറയുന്നു? ആരൊരാൾ കമന്റ് ചെയ്തല്ലേ വിജൃംഭിച്ചിരിക്കുന്നെന്ന്? ശരിക്കും വിജൃംഭിച്ചിരിക്കുവാണോ ഈ ഒരു ഫോറസ്റ്റ് സെറ്റ്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശരി. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് 2022, അതായത് ടഫ് എക്സാം ആയിരുന്നു. ആ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഒന്നും തോന്നരുത്, നമ്മൾ പ്രതീക്ഷിക്കാത്തത് തന്നെ വരും. ഇത് വായിക്കുക, ഇത് ചെയ്യുക, ഇതാണ് ഇവിടുത്തെ സംഭവം. എങ്ങനെയാ അപ്പൊ അത് ശ്രീയെ? റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി ഗിവൺ ക്വസ്റ്റ്യൻ. I was feeling drowsy myself. അല്ലേ? ശരി. പിന്നെ ഈ കളർ പിള്ളേര് മാറ്റിയിട്ടാ കേട്ടോ, ഉച്ച കഴിയുമ്പോ വരയ്ക്കാൻ വരും. Drowsy myself and was wondering if I should go to the pond for a swim when I saw a huge black cobra gliding out of the clump of cactus. At the same time, a mongoose emerged from the bushes and went straight for the cobra. ഒരാൾക്ക് ഒരു ഡ്രൗസിനെസ്, ഒരു തളർച്ച, ഒരു ഫീലിംഗ് ഒക്കെ വന്നിട്ട് അവരടുത്ത് കുളിക്കാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കുറ്റിക്കാട്ടിൽ നിന്നും ഒരു കോബ്ര അല്ലെങ്കിൽ ഒരു മൂർഖൻ, ഒരു പാമ്പ് ചാടി വന്നു. അതേസമയം ഒരു കീരിയും ചാടി നേരെ പാമ്പിന് നേരെ പോയി എന്നുള്ളതായിരുന്നു കഥ. വായിച്ചു കിട്ടിയോ? ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാ, why did the speaker think of going to the pond? എന്തുകൊണ്ട് പോണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നുള്ളതാ ചോദ്യം. അപ്പൊ എന്താ? ഡ്രൗസി ആയിരുന്നു അല്ലെ? ഫെൽറ്റ് ഡ്രൗസി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത, പിക്ക് എ വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് മൂവ് ഔട്ട് ആൻഡ് ബിക്കം വിസിബിൾ. അതായത് മൂവ് ഔട്ട് ആൻഡ് ബിക്കം വിസിബിൾ എന്നുള്ളതിന്, അതായത് പുറത്തേക്ക് വന്നു, വിസിബിൾ ആയി എന്ന അർത്ഥം വരുന്ന ഒരു പദം ഇവിടെ നിന്നും കണ്ടെത്തുക എന്ന്. അതായത് സ്നേക്ക് എമേർജ്ഡ് എന്നല്ലേ പറഞ്ഞത്? എമേർജ്ഡ്, അതായത് ഒളിഞ്ഞിരുന്നിടത്ത് ചാടി വന്നു, വിസിബിൾ ആയി, അതാണ് എമേർജ്ഡ്. അതുകൊണ്ട് എന്തായി? അത് എമേർജ് ആണ് വരുന്നത്. അത് ഓക്കെ അല്ലേ? എമേർജ് ആണ്. ഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ തെന്നി നീങ്ങി വന്നു എന്നുള്ളതാണ്. എമേർജ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത്, ഫൈൻഡ് ദി വേർഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സിനോണിം ഫോർ ക്ലംബ്. ക്ലംബിന്റെ സിനോണിം എന്താണ്? ക്ലംബിന്റെ സിനോണിം. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാനാണ് എന്തോ എന്നറിയാം, ക്ലംബ് എനിക്ക് അറിയത്തില്ല. അപ്പൊ ക്ലംബ് ഞാൻ ഒന്നുകൂടി ഇവിടെ വായിക്കുവേ. കോബ്ര, ഗ്ലൈഡിങ്, അതായത് തെന്നി നീങ്ങി വന്നു, ഔട്ട് ഓഫ് ക്ലംബ് ഓഫ് കാക്ടസ്. അപ്പൊ കൂട്ടം ഓഫ് കാക്ടസ് എന്നായിരിക്കാമെന്ന് ഊഹിച്ചിട്ട് അങ്ങോട്ട് നോക്കും. ഓക്കെ, അപ്പൊ കിട്ടുവോ? അപ്പൊ അതിനെന്ത് കൊടുക്കാം? തിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തിക്കറ്റ്, കൂടി നിന്ന് വളരുന്നതിനാണ് അത് പറയുന്നത്. മനസ്സിലായോ?
അതുകൊണ്ട് തിക്കറ്റ് ഓഫ് കാക്ടസ്, ക്ലംബ് ഓഫ് കാക്ടസ്, കാക്ടസിന്റെ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അതിന് തിക്കറ്റ് എന്നും പറയും. അതുകൊണ്ട് അത് ടഫ് ആണ്. വേർ ഡിഡ് ദ കോബ്ര കം ഫ്രം? കോബ്ര എവിടെ നിന്ന് വന്നു? അടുത്ത ചോദ്യം അറിയാമോ? എവിടുന്നാ? ഫ്രം ദി ക്ലംബ് ഓഫ് കാക്ടസ്. ക്ലംബ് എന്ന് പറയുമ്പോൾ കൂട്ടമാണെന്നും ഈ ക്ലംബിന്റെ തിക്കറ്റ് എന്നുള്ളത് ഒരു സിനോണിം ആണെന്നും ഓർത്തു വെച്ചോണം. ഇത്ര ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയോ? അത്രയും മതി, ഇത്രയും സമയമേ ഉള്ളൂ. അടുത്ത ചോദ്യം, ചൂസ് ദ ഇഡിയം ദാറ്റ് കംപ്ലീറ്റ്സ് ദ സെന്റൻസ് മീനിങ്. ഓൺലി എ ഫ്യൂ കണ്ടസ്റ്റന്റ് ഡാഷ് ഫോർ ദി കോമ്പറ്റീഷൻ. ഈ നിൽക്കുന്നവരിൽ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൺലി എ ഫ്യൂ കണ്ടസ്റ്റന്റ്സ് ഡാഷ് ഫോർ ദി കോമ്പറ്റീഷൻ. സോറി അതേ അർത്ഥമേ മാറിപ്പോയി. അതായത് ഈ എക്സാം എഴുതാൻ വേണ്ടി ഇത്രയും കോമ്പറ്റീറ്റേഴ്സേ വന്നിട്ടുള്ളൂ അല്ലെ? ഈ ഒരു മത്സരം പങ്കെടുക്കാൻ വേണ്ടി ഇത്ര പേരെ വന്നിട്ടുള്ളൂ. പ്രത്യക്ഷപ്പെട്ടു എന്ന് വരുന്നത്, പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിനെ ടേൺഡ് അപ്പ് എന്നാണ് പറയുന്നത്. 100+ ടൈംസ് റിപ്പീറ്റഡ്. ഇനി വരുന്ന എക്സാമിന് വരുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ എഴുതണം, നമ്മുടെ ബ്രഹ്മാസ്ത്ര ചോദ്യമായതെന്ന്. ഓക്കെ, അപ്പൊ ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ അല്ലേ? കിട്ടുവോ? സഞ്ജയ്, എ പി റെഡി? അഖില, അരുണ റെഡി? അടുത്തത്, ഫിലിം ക്രൂ ഡാഷ് റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ദ ഫീൽഡ്. The film crew dash requesting went for, went in, went on, went to. എന്തോ പറയും? ഇതിൽ ഏതാ കൊടുക്കുന്നത്? went on. അതായത് ഫിലിം ക്രൂ പറഞ്ഞുകൊണ്ടിരുന്നു, ഒന്ന് മാറിക്കോ മാറ്റിക്കൊണ്ടിരുന്നു. ആണോ രമ്യേ? ആണ്, മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. went on clearing അല്ലെ? went on requesting. പ്ലീസ് ഒന്ന് മാറൂ. ബ്രഹ്മാസ്ത്രത്തെ റാങ്ക് സ്റ്റുഡൻസ് വരുന്നുണ്ട്, പ്ലീസ് ഒന്ന് മാറി നിൽക്കുന്നു. went on എന്ന് പറയുന്ന അതാണ് went on. ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഈ കൂട്ടത്തിൽ ഓപ്പർച്യൂണിറ്റിയുടെ പ്രോപ്പർലി ശരിയായിട്ടുള്ളത് ഏതാണ്? ഏതാ? OPPORTUNITY. 50 തവണ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് പഠിക്കണേ, എനിക്ക് റാങ്ക് കൊണ്ട് തരണേ. അതുകൊണ്ട് പഠിച്ചേ. റെക്കോർഡിങ് കാണുന്നുണ്ടോ? ഓക്കെ, ശരി. നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ ലൈവ് ആയിട്ടുണ്ടല്ലോ, ഒന്ന് ബാക്ക് പോയി വാ, അപ്പോഴത്തേക്ക് ഫുള്ള് ക്ലിയർ ആവും കേട്ടോ.
ശരി. ഓക്കെ. ഒരു നമ്മുടെ കമന്റ്സ് പ്രോപ്പർ വായിക്കാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ആക്കി വെച്ച അതിന്റെ ആയിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ബാ തിരിച്ചു പോവാം. ഇച്ചിരി ബുദ്ധിമുട്ടുകൾ അവിടെ എവിടെയും വരും. സൗണ്ട് ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ ബാ റെഡി. അപ്പൊ നമ്മൾ പറഞ്ഞത് കിട്ടി. അടുത്ത് നോക്കിക്കാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. ദിസ് ഈസ് എ സ്കൂൾ ഫോർ ഡാഷ് ബ്ലൈൻഡ്. ദിസ് ഈസ് എ സ്കൂൾ ഫോർ എന്ത് ബ്ലൈൻഡ് ആണെന്ന് പറയാമോ? സൗണ്ട് സ്ലോ അല്ലേ? ശരി, ഞാൻ നോക്കട്ടെ. ഇപ്പോഴുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇപ്പൊ സൗണ്ട് സിങ്ക് ആയോ? അത് ഡിസ്കണക്ട് ആയി. റിഫ്രഷ് ചെയ്ത് ഇപ്പൊ നിലവില് അതെ, അവരോടൊന്ന് മോണിറ്റർ ചെയ്യാൻ പറയണേ ടീമിനോട്. ഇത് ഇഷ്യൂ ഉണ്ടെന്ന് പറ. ഇപ്പോഴോ? ഹലോ 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 ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഒന്ന് ബാക്ക് പോയി വരണേ, ചിലപ്പം റെഡി ആവും. ബഗ് കയറി. ഓക്കെ അല്ല, കറക്കമാണ്, സ്റ്റക്കായി, ലാഗാണ്. ഓക്കെ, സ്റ്റക്കാണ്, സ്റ്റക്കാണെങ്കിൽ ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഒന്നുകൂടെ ഇത് ചെയ്തേ, എന്ത് ചെയ്തു? എല്ലാം കിട്ടി, ഇപ്പൊ ഓക്കെ ആയി. ഇതേ മോണിറ്റർ ചെയ്ത് ഇഷ്യൂ എന്താന്ന് നോക്കാൻ പറ. ലൈവിലുണ്ടോ അവര്? ലൈവ് മോണിറ്റർ ചെയ്യാൻ പറ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ 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 ബാ. അപ്പൊ എന്താ പറയാം, ദിസ് ഈസ് ദ സ്കൂൾ ഡാഷ് ബ്ലൈൻഡ്. ദിസ് ഈസ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആണ്. അത് റെഡി അല്ലേ? ഓക്കെ. അടുത്തത്, ദ ട്രെയിൻ വാസ് ഗോയിങ് അറ്റ് 80 കിലോമീറ്റേഴ്സ് ഡാഷ് അവർ. നോക്കിക്കേ, ഇത് എപ്പോഴും എല്ലാവരും കൺഫ്യൂസ് ആക്കുന്ന സാധനം. അവർ ഈ എച്ച് ഇവിടെ ഉണ്ടെങ്കിൽ എച്ച് സൈലന്റ്, അവർ ആയതുകൊണ്ട് എന്ത് വരും? ആൻ അവർ വരും. എന്നാൽ യൂറോപ്യൻ ആയിരുന്നെങ്കിലോ, ഇവിടെ യായില തുടങ്ങുന്നത് കൊണ്ട് എ വരുള്ളൂ. അവർ ആയതുകൊണ്ട് എച്ച് സൈലന്റ് ആണ്, അവർന്ന് വരും. AEIOU പ്രൊണൗൺസിയേഷൻ വരുന്നതുകൊണ്ട് ആൻ ആകും. ഒന്ന് ഓർത്ത് വെച്ചോണം. അടുത്തത്, കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. The rule is applicable dash everyone. Proper preposition ഒന്ന് ഓർത്തെ. applicable വന്ന് എന്ത് പറയും? applicable to, inferior to, superior to, prior to. ഇന്നലത്തെ പഠിച്ചതാ. inferior to, superior to, prior to അല്ലെ? insist on അല്ലെ?
insist on, applicable to എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്തതിൽ കിട്ടും. അടുത്തത് there is some misunderstanding dash Mr. Lal and Mr. Roy. ഒരു കാര്യം ഓർത്ത് വെച്ചോണേ, രണ്ടുപേർക്കിടയിലാണെങ്കിൽ എന്തോ വരുമെന്ന് അറിയാമോ? രണ്ടുപേർക്കിടയിലാണെങ്കിൽ between. There is misunderstanding between me and Sini. അല്ലെ? There is misunderstanding between Nitya and Shruti. There is misunderstanding between Adira and Chinju. അതൊക്കെയാണോ? ശരി. എന്നാൽ there is misunderstanding among them. രണ്ടുപേര് കൂടുതലാണെങ്കിൽ among ഉപയോഗിക്കും. ഇനി ഇത് മറക്കല്ലേ? അതൊക്കെ അല്ലേ? ശരി. അപ്പൊ രണ്ടുപേരായതുകൊണ്ട് ബിറ്റ്വീനും മോർ ദാൻ 2 ആണെന്നുണ്ടെങ്കിൽ, ഒത്തിരി പേരാണെന്നുണ്ടെങ്കിൽ among ആണെന്ന് ഓർത്ത് വെച്ചോണം, മറക്കല്ലേ? ഓക്കെ. അതേപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞ ബിസൈഡും ബിസൈഡ്സും ഓർമ്മയുണ്ടോ? റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത he dashed the bell for 5 minutes but no one opened the door. 5 മിനിറ്റ് ബെൽ അടിച്ചിട്ട് ആരും തുറന്നില്ലെന്ന്. he dashed the bell for 5 minutes. ഇത് തന്നെ ഒരു ചോദ്യമാണ്. he dashed the bell dash 5 minutes എന്ന് ചോദിക്കും. since 5 minutes, to 5 minutes, from 5 minutes ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ സമയം തരുവാണെങ്കിൽ 4-5 minutes, 4-5 hours ഇത് ഓർത്ത് വെച്ചോളൂ. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കും. he dashed the bell for 5 minutes. 5 മിനിറ്റ് ആയിട്ട് ബെൽ അടിച്ചുകൊണ്ടിരിക്കും അല്ലെ? he had been ringing. ബെൽ അടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ബെൽ അടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. അടുത്തത് when we reach the bus station, the bus dash. നമ്മള് ഇതൊരു 100 തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ള. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോ ട്രെയിൻ അപ്പോഴേ എടുത്തു, ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. എക്സാം ഹോളിൽ ചെന്നപ്പോ the exam had already begun. ഇനി സ്കൂളിൽ ചെന്നപ്പോ the bell had rung. ബസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അത് അങ്ങോട്ട് പോയി. ഇതാണ് had already left, 100+ ടൈംസ് ആണ്. ബസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴും, എക്സാം ഹോളിൽ ചെന്നപ്പോഴും had left, had rang എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അതും കിട്ടി. അപ്പൊ ഇത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ശ്രീലങ്ക ഡാഷ് നിയർ ദ സൗത്ത് ഓഫ് ഇന്ത്യ. ശ്രീലങ്ക ലൈസ് ലെയ്ഡ്. ഇത് വെച്ച് തന്നെ ഇപ്പൊ എത്ര ചോദ്യങ്ങളായി ഓർമ്മയുണ്ടോ? കഴിഞ്ഞ സെറ്റിന്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ശ്രീലങ്ക ലൈസ് ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ശ്രീലങ്ക ലൈസ് നിയർ ആണ്, ലൈസ് നിയർ ദി സൗത്ത് ഓഫ് ഇന്ത്യ എന്ന് ഓർത്ത് വെച്ചോണം. റെഡി അല്ലേ? അപ്പം ഈ 10 കഴിഞ്ഞു. ശരിയാണ്, എന്നെ സംബന്ധിച്ചോളം പെർഫെക്ഷൻ വന്നില്ല ഇതുവരെ. കാരണം ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽറ്റി വന്നു. കാരണം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഓരോ സിസ്റ്റം അപ്പാക്കുന്നുണ്ട്. നമ്മുടെ ടീം ഓരോ സിസ്റ്റം അപ്പാക്കിക്കൊണ്ടിരിക്കുക ബെറ്റർ ആക്കാൻ. അപ്പൊ അതിന്റെ ഇടയിൽ എന്തോ ഒരു ബഗ് വന്നിട്ടാണ് സംഭവിച്ചത്. പക്ഷെ സാരമില്ല, അടുത്തതിലോട്ട് സ്പീഡിലോട്ട് പോകാം. അടുത്ത സെറ്റ് ചെയ്യാം. റെഡി ആണോ? അടുത്ത സെറ്റ് സിവിൽ പോലീസ് ഓഫീസർ 2022. നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സൂപ്പർ ആവട്ടെ. ഇന്ന് 8 മണിക്ക് എല്ലാവരും ലൈവിൽ വരണം. 8 മണിക്ക് ലൈവിൽ വരണം. അടിപൊളി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അടിപൊളി കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നാളത്തെ ചോദ്യ പേപ്പർ വരുമോ ഇല്ലയോ എന്നുള്ളത് അല്ലേ, കാത്തിരുന്ന് കാണുകയും വേണം. എത്രണ്ണം വരും എത്രണ്ണം വരത്തില്ല നമുക്ക് നോക്കണം. ആ ഒരു ത്രില്ലിലും കൂടെ ആണ് ഇന്നത്തെ സെഷൻ. അപ്പൊ പിന്നെ അതും നമുക്ക് നോക്കണേ. അപ്പൊ എത്തണം. ഓക്കെ, 8 മണിക്ക് എത്തണം. അടുത്തതിലോട്ട് പോകാം. CPO ടഫ് കൂടുതലാണ്. ഇത് പഠിച്ച ASMകാർ സേഫ് സോൺ. എന്നാൽ CPOക്കാർ സേഫ് ആയാണ് നമ്മൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ ബാക്കി അടുത്തത് the books on the table dash to our teacher. The books on the table dash to our teacher. എന്താ പറയാ? The books on the table belong to the teacher ആണ്. Okay, the books on the table belong to the teacher. ഓർത്ത് വെക്കോ, belong. റെഡി ആണോ കർണ? നീതുവേ, ഗിരിഷ റെഡി. Which article are suitable in the sentence? He ordered dash cake and dash eclair and cake was not good. ഇതിന്റെ അകത്ത് എന്തൊക്കെ കൊടുക്കാം? he ordered. അപ്പൊ he ordered cake വരുന്നു. അപ്പൊ and വരത്തില്ല. he ordered a cake ആണ് അല്ലെ? he ordered a cake. he ordered the cake and എന്ന് പറയത്തില്ല. he ordered a cake. അപ്പൊ തന്നെ എന്തോ സംഭവിച്ചു? he ordered a ഉള്ളത് നോക്കണം. ഇവിടെ ഒരു മിസ്റ്റേക്ക് വരരുത്. അടുത്ത he ordered a cake and dash and an eclair. AEIOU പ്രൊണൗൺസിയേഷനിൽ വരുന്നു. ഈ സെയിം പാറ്റേൺ നാളത്തെ ചോദ്യ പേപ്പറിൽ ഇരിക്കും. ഓക്കെ, അപ്പം an eclair ആണ് അല്ലെ? അപ്പം എയും ആനും വന്നു. eclair. പിന്നെ അടുത്ത ഫുൾ സ്റ്റോപ്പ് കണ്ടോ? അത് കഴിഞ്ഞിട്ട് തുടങ്ങുക. പിന്നെന്തോ പറയും? the cake was not good. മനസ്സിലായോ? അതായത് he ordered a cake and an eclair. eclair വന്നത് AEIOU പ്രൊണൗൺസിയേഷൻ വന്നതുകൊണ്ട് ഡാഷ് കേക്ക് വാസ് നോട്ട് ഗുഡ്, ദ കേക്ക് വാസ് നോട്ട് ഗുഡ്. കാരണം എന്താ? ഫുൾ സ്റ്റോപ്പ് കണ്ടോ? അപ്പൊ ഇത് ശ്രദ്ധിച്ചോണേ. ഇത് നമുക്ക് കിട്ടണം, ശരിയാക്കണം, മാർക്ക് കൊണ്ട് തരണം കേട്ടോ. ഓക്കെ, ശരി. അടിപൊളി. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. മൈ ബ്രദർ സെൽഡം എന്ന് പറയുമ്പോഴേ നെഗറ്റീവ്. മൈ ബ്രദർ സെൽഡം സ്മൈൽസ് അറ്റ് ഹിസ് ക്ലാസ്മേറ്റ്സ്. സ്മൈൽസ് എന്ന് പറയുമ്പോ ഇത് ഞാൻ ഇങ്ങനെ എടുക്കും. എന്തുവാ? ഡെസ് ആക്കും അത് അല്ലെ? അതായത് സ്മൈൽസ് എന്ന് പറഞ്ഞാൽ ഡെസ് സ്മൈൽ എന്നാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയതുകൊണ്ട്
ടാഗ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഡസ് ആണ് അല്ലെ, സ്മൈൽസ് എന്ന് വെച്ചാൽ ഡസ് സ്മൈൽ. അപ്പം ഡസ് ഹി എന്നുള്ളതായിരിക്കും കൂടുതൽ ശരി. മനസ്സിലായോ? റെഡി അല്ലേ? അത്രമേ ഉള്ളൂ. അടുത്തത്, വെൻ റീന റീച്ച്ഡ് ഹെർ ഫ്രണ്ട്സ് ഹോം ഷീ ഡാഷ് ടി വി. എന്താ പറയാ? റീന ഫ്രണ്ടിന്റെ വീട് റീച്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഷീ ഡാഷ് ടി വി. ഇപ്പൊ ഈസ് പറയാൻ പറ്റത്തില്ല, കാരണം വെൻ റീന റീച്ച്ഡ് ആകുമ്പോ പാസ്റ്റ് അല്ലേ, അല്ലേ? ഞാൻ അവന്റെ വീട്ടിൽ എത്തിയപ്പോൾ അല്ലെ, എത്തിക്കൊണ്ടിരുന്നപ്പോഴല്ലേ, എത്തിയപ്പോൾ അവൾ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, ഷീ വാസ് വാച്ചിങ് ടി വി. സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം തരും ഇത്. അടുത്ത, ഫിൽ ഇൻ ദ സെന്റൻസ് വിത്ത് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. ഹി വാക്ക്ഡ് ഇൻ ടു ഹിസ് ഹൗസ് ആൻഡ് ഫൗണ്ട് ഡാഷ് ഹിസ് സർപ്രൈസ് ദാറ്റ് there was water all over the floor. അപ്പൊ ഇത്രേ ഉള്ളൂ. ഹി വാക്ക്ഡ് ഇൻ ടു ഹിസ് ഹൗസ്, അവന്റെ വീട്ടിലേക്ക് നടന്നു കയറി, ആൻഡ് ഫൗണ്ട് ഡാഷ് ഹിസ്, ഫൗണ്ട് ഡാഷ് എന്തോ പറയാം, ഫൗണ്ട് ടു ഹിസ് സർപ്രൈസ് ആണ്. ഓക്കെ, ഇത് ടഫ് പ്രോ മാക്സ്, കാരണം ഒരു രസവും ഇല്ല വായിക്കുമ്പം ഇത് എങ്ങനെ വന്നു എന്നുള്ളതും ടഫ് ആവും. എങ്ങനെ നോക്കിക്കേ, അപ്പം ഫൗണ്ട് ടു ഓക്കെ, ഫൗണ്ട് ടു ടഫ് അതുകൊണ്ടാണ്. ബാക്കി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? പ്രയർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു പറഞ്ഞു അല്ലെ, ഇൻസിസ്റ്റ് ഓൺ പറഞ്ഞു. പിന്നെ വേറെ ഏതായിരുന്നു ഇച്ചിരി മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് പറഞ്ഞത്? ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ആപ്ലിക്കബിൾ ടൂം പറഞ്ഞു അല്ലെ, ആപ്ലിക്കബിൾ ടൂം പറഞ്ഞു. അതേപോലെ പ്രിപ്പോസിഷൻ നാളെ വരുമ്പോൾ ടഫ് ആണല്ലോ, നിങ്ങൾ എഴുതണേ, മാർക്കും കൊണ്ട് തരണം. ഫൗണ്ട് ടു ഹിസ് സർപ്രൈസ് ദാറ്റ്, ഫൗണ്ട് ടു ഹിസ് സർപ്രൈസ്, ഫൗണ്ട് ബൈ ഹിസ് സർപ്രൈസ് പോലെ ഫൗണ്ട് ടു. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുവോ? അടുത്തത് നോക്കിക്കേ, ദി യങ് മാൻ വാസ് ബാഫിൾഡ് ബൈ ദ ക്വസ്റ്റ്യൻ ഓഫ് ദ പോലീസ്മാൻ. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ സിനോണിം വേണം. ബാഫിൾഡിന്റെ സിനോണിം എന്താണ്? ബാഫിൾഡിന്റെ എന്താണ്? ഇത് നോക്കുമ്പോൾ പേടിച്ചു എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെയാണ് ഇത് CPO അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി മാറിയത്. ദ യങ് മാൻ വാസ് ബാഫിൾഡ്. ബാഫിൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പേടിച്ചു എന്ന് വരത്തില്ലേ, സംഭവം എന്താ, കൺഫ്യൂസ്ഡ് ആയി പോയി എന്നാണ്. ബാഫിൾഡ് കൺഫ്യൂസ്ഡ് ആയി പോയി അല്ലെ, ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കൺഫ്യൂസ്ഡ് ആയി എന്ന് ഓർത്താൽ മതി. അത് ഓർക്കാൻ പറ്റുമോ? ബ്ലാ 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 എന്ന് പറയാൻ കൺഫ്യൂസ്ഡ് ആയി പോയി. അതാണ് ഈ ബാഫിൾഡ് കൺഫ്യൂസ്ഡ് റിപ്പീറ്റ് ചെയ്ത് വരുവേ, ബാഫിൾഡ് കൺഫ്യൂസ്ഡ്. ഇനി ദ കാർ ബ്ലൂ അപ്പ് ഓക്കെ, ആഫ്റ്റർ ഇറ്റ് ഫെൽ ഡൗൺ ഇൻ ടു ദ ഡീപ്പർ പിറ്റ്. അപ്പൊ ഈ ബ്ലൂ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്ലൂ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിത്തെറിച്ചു, എക്സ്പ്ലോഡഡ് ആണ്. അതും കിട്ടത്തില്ലേ? അതും കിട്ടും. അടുത്ത്, ഫിൽ ഇൻ ദ സെന്റൻസ് വിത്ത് ദി കറക്റ്റ് വേർഡ്. ഐ ഡോണ്ട് തിങ്ക് ദ അതോറിറ്റീസ് വിൽ എവർ ഡാഷ് ടു ദ സ്റ്റുഡൻസ് ഡിമാൻഡ്. അതോറിറ്റികൾ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ ചാൻസ് ഇല്ലെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇംഗ്ലീഷ് എന്താ? അസീഡ്. കേട്ടിട്ടുണ്ടോ? പ്രസിഡന്റ് അസെന്റ് കിട്ടണം അതില് എന്നൊക്കെ കേട്ടില്ലേ? പ്രസിഡന്റ് അസെന്റ് കിട്ടണം, അതായത് അനുമതി കിട്ടണം. അതേപോലെ അസീഡ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? നല്ല ടഫ് ചോദ്യം. അടുത്ത്, ദ ഗവൺമെന്റ് ഹാസ് ഗിവൺ ദ ഡിസ്ട്രിക്ട് കളക്ടർ കാർട്ടെ ബ്ലാഞ്ചെ. പ്രൊണൗൺസിയേഷൻ അറിയത്തില്ലല്ലോ അല്ലെ? എനിക്കും അറിയത്തില്ല. കാർട്ടെ ബ്ലാഞ്ചെ എന്ന് നമ്മൾ വായിക്കും, അതിന്റെ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്. കാർട്ടെ ബ്ലാഞ്ചെ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഫ്ലഡ് ഹിറ്റ് ഏരിയാസ്. ജില്ലാ കളക്ടറിന് ആ വെള്ളപ്പൊക്കം കാരണം നാശമുണ്ടായ സ്ഥലത്ത് എന്തും ചെയ്യാനുള്ള അധികാരം കൊടുത്തു എന്നുള്ളതാണ് കാർട്ടെ ബ്ലാഞ്ചെ. ആരോടും ഇത് ചെയ്യട്ടെ അത് ചെയ്യട്ടെ ചോദിക്കണ്ട, സ്വമേധയാ എന്തും ചെയ്യാനുള്ള അധികാരം കൊടുത്തതാണ് കാർട്ടെ ബ്ലാഞ്ചെ. അപ്പൊ എന്തു പറയും? പറയാമോ? കാർട്ടെ ബ്ലാഞ്ചെ എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട്. ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആണ് കാർട്ടെ ബ്ലാഞ്ചെ. ഓക്കെ ആണോ? കിട്ടി. 10ാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ടു ആർഗ്യൂ വിത്ത് എ പേഴ്സൺ ഹു ഈസ് ഇൻകേപ്പബിൾ ഓഫ് ബീങ് കറക്റ്റഡ്. തിരുത്താൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് തർക്കിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് അടിപൊളി ഒരു കാര്യമാണ്. ഇപ്പോ എന്താ പറയാ, നിങ്ങൾ എൻ്റെ അടുത്ത് പറയാ സാറേ 12 മണി എന്ന് പറഞ്ഞാൽ 12 മണിക്ക് പോവാ, എന്നാലല്ലേ നമുക്ക് മോട്ടിവേഷൻ. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ പറയുന്ന പോലാണോ കുറച്ച് ക്വസ്റ്റ്യൻ എടുക്കണ്ടേ, അത് എടുക്കണ്ടേ? തർക്കിച്ചുകൊണ്ട് ഇന്ന് വളരത്തില്ല. നമ്മൾ മിസ്റ്റേക്സ് ഉണ്ട് അഡ്മിറ്റ് ചെയ്ത്, ഇത് എന്നെ കുത്തി പറഞ്ഞതല്ല, ഓക്കെ, മിസ്റ്റേക്സ് ഉണ്ട് അഡ്മിറ്റ് ചെയ്ത് നമ്മൾ തിരുത്താൻ നിന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ ഒരു റീസൺ കണ്ടെത്തി നമ്മൾ ചെയ്തതിനെ ന്യായീകരിച്ച് നമ്മൾ വളരത്തില്ലെന്ന് മറക്കല്ല. നമ്മുടെ 1% അത് എതിരാ കേട്ടോ. അപ്പം ഇൻകേബിൾ ഓഫ് ബീങ് കറക്റ്റഡ് അങ്ങനെയുള്ള ആൾക്കാരെ എന്തോ പറയും നമ്മള്? ഇൻകോറിജിബിൾ എന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ ഈ 10 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സെറ്റ്? പറഞ്ഞേ, ഇംപ്രൂവ്മെന്റ് വന്നോ? ടഫ് ആണ്. നിങ്ങളെ മാത്രമല്ല, എനിക്ക് എന്നെയും കുത്തി പറയാൻ പറ്റും. ഓക്കെ, അപ്പം ടഫ് ആയിരുന്നു. പക്ഷേ ഇതിലെ കുറെ പാറ്റേൺസ് സിമിലർ ഒരു ബന്ധം തോന്നി തുടങ്ങിയോ? ഇല്ലേ? അടുത്തതൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലെവലപ്പാവും. പറ പെട്ടെന്ന് റെഡിയാന്ന് പറ. അടുത്തിലോട്ട് പോവാം. അഡ്മിറ്റ് ചെയ്യണമെന്നോ? എനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. 5 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്, ടഫായിരുന്നു. 8 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ടഫ് ആയിരുന്നു അല്ലേ? ശരി, ഇംപ്രൂവ്മെന്റ് ഉണ്ട്, അതാണ്. ഓക്കെ, അപ്പൊ റെഡി. അടുത്തതിലൂടെ നമ്മൾ പോവാ.
ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2022 അടുത്ത യൂണിഫോം എക്സാം ആണ്. ഡിഫിക്കൽട്ട് പ്രതീക്ഷ തന്നെ പോകണം. അതായത് നാളെ നമ്മൾ പോയിരിക്കുമ്പോൾ ഈ ചോദ്യം വരുന്നെങ്കിൽ എന്ത് ചെയ്യും? അറ്റൻഡ് ചെയ്യും. ഒന്നാമത്തത്, അഞ്ജന ഡാഷ് ഹെർ സിക്ക് ഫ്രണ്ട് യെസ്റ്റർഡേ. സിക്ക് ഫ്രണ്ടിനെ പോയി കണ്ടു എന്നുള്ളതിനെ എന്ത് പറയും? എന്താ പറയുന്നേ? കോൾഡ് ഓൺ. ഇത് എവിടുന്ന് നമുക്ക് കിട്ടി? റിപ്പീറ്റ് ചെയ്ത് കിട്ടി. കോൾഡ് ഓൺ എന്ന് പറഞ്ഞ ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ, അല്ലെ? അപ്പൊ ഇത്രയേ ഉള്ളൂ. കോൾഡ് ഓൺ നവ്നീത്, കോൾഡ് ഓൺ ദീപ, കോൾഡ് ഓൺ ഷൈജു, അത് ഓക്കെയാണ്. കോൾഡ് അറ്റ് ആണെങ്കിലോ പ്ലേസ്, നിങ്ങളുടെ സ്ഥലത്ത് വരുവാണെങ്കിൽ കോൾഡ് അറ്റ് പ്ലേസ്, കോൾഡ് അറ്റ് പ്ലേസ്, കോൾഡ് ഓൺ പേഴ്സൺ. ഇത് നമുക്കറിയാം, നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ ആ ഒരു മാർക്ക് ഇംപ്രൂവ്മെന്റ് കിട്ടി. റൂളും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെങ്കിലും കിട്ടി. അടുത്തത്, യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. ഹാർഡ്ലി എന്ന് പറയുമ്പോഴേ നെഗറ്റീവ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇവിടെ പോസിറ്റീവ് മാത്രമേ വരൂ, അല്ലാത്തതൊക്കെ കളയാം. അങ്ങനെയാണ് ഈ രണ്ടെണ്ണം പോയി. അതല്ലേ? കാരണം സെൽഡം, ഹാർഡ്ലി ഒക്കെ നെഗറ്റീവ് ആണ്. ഓക്കെ, ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്, അല്ലേ? അപ്പൊ എന്ത് പറയാം? യു. ഇവിടെ ഒരു ഡു ഒളിഞ്ഞു കിടപ്പുണ്ട്, കാരണം നമ്മളിവിടെ ഡിഡിന്റെ സംഭവങ്ങൾ ഒന്നും കാണുന്നില്ല, അല്ലെ? അപ്പൊ ഡു യു ആണ്, അല്ലെ? യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. വലിയ ഉറപ്പായിട്ടും വരത്തില്ല, ഇത് സിമ്പിൾ ആയിട്ട് കിട്ടും. 2 മാർക്ക് ഇവിടെ കിട്ടി. ഇത് കിട്ടിയില്ലെന്ന് പറയാം, 2 പേർക്ക് കിട്ടണം. അടുത്ത് ഏപ്പിയറി ആണെങ്കിലോ, കുപ്പിയിലാണ് തേൻ നിറയ്ക്കുന്നത് ഓർത്താൽ മതി. ഏപ്പിയറി ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റും? പ്ലേസ് വെയർ പീപ്പിൾ കീപ്സ് ബി. ബിയിലെ തേനീച്ച, തേനീച്ച, തേൻ കുപ്പിയിലാണ്, അല്ലെ? എപ്പിയറി, കുപ്പിയറി, ഏപ്പിയറി, കുപ്പിയറി, കുപ്പിക്കകത്താണ് തേൻ, തേനീച്ച. ഇത് ഓർത്ത് വെച്ചോണം. റിപ്പീറ്റഡ് ചോദ്യവാ, സെറ്റ് ആക്കി കിട്ടണം. ഓക്കെ അല്ലേ? അടുത്തത്, ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ ഐ ഡാഷ്. ഈഫ് ക്ലോസ് വന്നു. നാളെ ശ്രദ്ധിച്ചോണേ, യൂണിഫോം എക്സാം എഴുതുന്നവർക്ക് ഈഫ് എന്ന് പറഞ്ഞ് തരത്തില്ല. അതിന് പകരം ഹാഡ് ഐ, അല്ലെ ഹാഡ് ഈഫ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു തരും. നമ്മൾ മറന്നേ പോകും. ഈഫ് ആണോ അല്ലയോ? നിങ്ങൾ അലേർട്ട് ആയിരിക്കണം. ആ ഒരു മാർക്ക് നമുക്കുള്ളതാണ് കേട്ടോ. ഇനി ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ ഐ ഡാഷ്. ഈഫ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഹാഡ് വന്നാ വുഡ് ഹാവ് വരും, ഉണ്ടായിരുന്നെങ്കിൽ ഉദ്ദേശിച്ചത് ഒഴികെ. ഓക്കെ, ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ ഐ വുഡ് ടെൽ യു, അത്രേ ഉള്ളൂ. ഇഫ് ഐ ഹാഡ് നോൺ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് വന്നേനെ. മറക്കരുത്, ഹാഡ് വന്നാൽ വുഡ് ഹാവ് വരുമെന്ന് പഠിച്ചു വെയ്. ഓക്കെ, ഇത് മറക്കരുത്. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, ആ ഹാഡ് മണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് വന്നായിരുന്നെങ്കിൽ ഹാവ് കൂടെ വരത്തില്ല എന്ന് ഓർത്ത് വെച്ചോണം. വുഡ് ഓർ കുഡ് മാത്രമേ വരത്തുള്ളൂ, മറക്കരുതേ. റെഡി? അപ്പൊ ഇത് ഇംപ്രൂവ്മെന്റ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റലിജന്റ് ഡിസിഷൻ ടു ഡാഷ് വിത്ത് നാഷണൽ സെക്യൂരിറ്റി. അതൊരു, അല്ലെ, നമ്മുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തില് പിശുക്ക് കാണിക്കുന്നത് അത്ര ശരിയല്ല. അതിന് കട്ട് കോർണേഴ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മുടെ ടീച്ചിങ്ങിന്റെ കാര്യത്തില് നമ്മുടെ സ്റ്റാഫിനൊന്നും സാലറി കൊടുക്കുന്നില്ല, അവരെ ഞാൻ ജോലിക്ക് വിടുന്നുണ്ട്, അത് വേറെ കാര്യം, അത് പോട്ടെ. പക്ഷെ നമ്മുടെ എക്യുപ്മെന്റ്സ്, നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി, അതിലൊരു കുറവും വരുത്തരുത്, അല്ലെ? ഡു നോട്ട് കട്ട് കോർണേഴ്സ് ഇൻ ദ കണ്ടന്റ്, ഡു നോട്ട് കട്ട് കോർണേഴ്സ് ഇൻ ദ ക്വാളിറ്റി ഓർ ദ എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഫോർ ടീച്ചിങ്. അത്രേ ഉള്ളൂ. കട്ട് കോർണേഴ്സ് ഓർത്ത് വെച്ചോണം. റെഡിയാണോ? കട്ട് കോർണേഴ്സ് ആണെന്നുള്ളത് ഓർത്തോണം. റെഡി അല്ലേ? അടുത്ത, മനു വിൽ ഗോ ഡാഷ് ദ 7:30 ബസ്. മനു വിൽ ഗോ ഡാഷ്. എന്തോ വരും? മനു വിൽ ഗോ വരുമ്പോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരാൻ പോകുന്ന ഇദ്ദേഹമാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാനൊന്ന് കളഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. മനു വിൽ ഗോ ഓൺ ദ 7:30 ബസ് ആണ്. ഒരു കാര്യം പറയട്ടെ, കൺഫ്യൂഷൻ വരും. ബഹളം വെക്കാതെ കേട്ടെ. ഈ ബസ്സിന്റെ അകത്തോടെ നടക്കാൻ പറ്റുമോ? ഓൺ ബസ് പറയും. ഷിപ്പിന്റെ അകത്തോട് നടക്കാവോ? ഓക്കെ. എയ്റോപ്ലെയിനിന്റെ അകത്തോട് നടക്കാവോ? ഓൺ പറയുമെന്ന് പറയും. അതേസമയം കാർ ആണെന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റത്തില്ല, ഇരിക്കാനും പറ്റും. കാർ ആണെന്നുണ്ടെങ്കിൽ ഇൻ ആണെന്ന് ഓർത്ത് വെച്ചോണം. ഇത് ഇത്രയും പഠിച്ചു വെക്കാവോ? ടഫാണ്, കാരണം നിങ്ങളെ തെറ്റിക്കാനായി തന്നെ. ചുമ്മാതല്ല യൂണിഫോം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് ഇടുന്നത്, ഇതുപോലെ തരും. ഓക്കെ, അതാണ്. നടക്കാൻ പറ്റുമോ ബസ്സിൽ? ഓൺ ബസ്. നടക്കാൻ പറ്റുമോ എയറോപ്ലെയിന്? ഓൺ എയറോപ്ലെയിൻ, അല്ലേ? അതൊക്കെ ഓർത്ത് വെച്ചോണം. കാറാണ് ഇന്ന് വരും, കാരണം അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടവര് ഇന്ന് വരും കാർ ആണെങ്കിൽ. ഇതാണ് വ്യത്യാസം. അപ്പം മനു വിൽ ഗോ ഓൺ ദി 7:30 ബസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. വായിക്കുമ്പോ ആ സുഖം കിട്ടത്തില്ല, ബയ്യ മനസ്സിൽ കയറി വരുന്നതെന്ന് എനിക്കും അറിയാം. ശരി, ഇതാണ്, പഠിച്ചു വെച്ചോണം. ഓക്കെ ആണല്ലോ? സൈക്കിളാണ്, ഓടിക്കും. ഓക്കെ, അല്ല സൈക്കിൾ നല്ല ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട്, റെഫർ ചെയ്യണം. സൈക്കിൾ ആണെങ്കിൽ ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഹാസ് ആൻ എറർ. ഈ കൂട്ടത്തിൽ തെറ്റുള്ളത് ഏതാണ്? ഇഫ് ദർ ഈസ് നോ എറർ സെലക്ട് ഓപ്ഷൻ ഡി. ഓക്കെ, മൈ ഡോട്ടർ ഒന്നാമത്തേത്, അല്ലേ? വിത്ത് ഹോൾ എയർ ഫ്രണ്ട്സ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് ഹാവ് അറൈവ്ഡ്. ബാക്കി നമ്മൾ വരച്ചോണം ഇങ്ങനെ, അതിനെ തന്നേക്കുക. ഓക്കെ, അപ്പം ഹാവ് അറൈവ്ഡ്. മൈ ഡോട്ടർ വിത്ത് ഓൾ ഹെയർ ഫ്രണ്ട്സ്. മൈ ഡോട്ടർ വിത്ത് ഓൾ ഹെർ ഫ്രണ്ട്സ് ഡാഷ് ഹാവ് അറൈവ്ഡ്. പറയാമോ? എന്ത് കൊടുക്കാം?
മൈ ഡോട്ടർ, എൻ്റെ മകൾ, വിത്ത് ഓൾ ഹെർ ഫ്രണ്ട്സ് എന്ത് വരും? ഹാസ് അല്ലെ? ഇവിടെ ഹാസ് വരും. മകളാണോ ഇവിടുത്തെ മെയിൻ? അപ്പൊ സിംഗുലർ വരണം, ഹാസ് വരും. അതുകൊണ്ട് മൂന്നാമത്തേതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ടഫ്. മാർക്ക് പോകാം. ഇതിന് മുന്നിലത്തേത് മാർക്ക് പോകാം. ഇല്ലേ ശ്രീജ? ഇത് കിട്ടുമോ? ഓക്കെ, ശരി. അപ്പൊ ഇത് ഓർത്ത് വെച്ചോണേ. മൈ ഡോട്ടർ വിത്ത് ഓൾ ഹെർ ഫ്രണ്ട്സ്. മൈ ഡോട്ടർ, ഡോട്ടർ സിംഗുലർ ആണ്, അപ്പൊ ഹാസ് വരും എന്നുള്ളത് ഓർത്ത് വെച്ചോണം. അടുത്തത്, സെലക്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിന്റെ അകത്ത് ഹ്യൂമറസ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? ഹ്യൂമറസ്. ഹായ് പ്രവിശങ്ക്. ഇതെന്തോ പറയാ നമ്മള്? ഇത് ഹ്യൂമറസ് ആണ്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ദി അത്ലറ്റ് റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ്. ഓക്കെ, വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്നുള്ളതിനെ എന്ത് പറയുന്നത്? വിത്ത് ഗ്രേറ്റ് സ്പീഡ്. ഈ ആക്ച്വലി ഈ ചോദ്യം ക്യാൻസൽ ചെയ്യുക. എന്താന്ന് അറിയാമോ? വിത്ത് ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഓടുക. ഓക്കെ, ഓടുക അതൊരു പ്രവൃത്തി, ഒരു വെർബാണ്. വേഗത്തിൽ ഓടുക ആഡ് വെർബായി, അതായത് വെർബിനെ വിശേഷിപ്പിക്കുന്നു അല്ലേ? ഇപ്പൊ അതേണ്ട് ശ്രീജയെ ഞാൻ ഇടിക്കുക. ഓക്കെ, ആഞ്ഞിടിക്കുക അത് ആഡ് വെർബായി അല്ലെ? ഓക്കെ, അർച്ചനെ വടി കൊണ്ട് അടിക്കുക അല്ലെ? ആഞ്ഞടിക്കുക അത് ആഡ് വെർബായി. മനസ്സിലായോ? അപ്പൊ ഈ കൂട്ടത്തിൽ ഇത് വരുമ്പോ കൺഫ്യൂഷന്റെ അങ്ങേ അറ്റം വരും അല്ലെ? അപ്പൊ ഇതിന്റെ ഉത്തരം ഇത്രേ ഉള്ളൂ. ആഡ് വെർബ് ഫ്രേസ് ആണ് ഇതെന്ന് ഓർത്ത് വെച്ചോണം. ദി അത്ലറ്റ് റാൻ വിത്ത് ഗ്രേറ്റർ സ്പീഡ്. ഗ്രേറ്റ് സ്പീഡ്, സ്പീഡിനെ വിശേഷിപ്പിച്ച്, അതുകൊണ്ട് തന്നെ ഇത് ആഡ് വെർബായി. അതുകൊണ്ട് 3 ഓപ്ഷൻസ് ആഡ് വെർബ് ആയിരുന്നു, അഡ്ജക്റ്റീവ് അല്ല എന്ന് കിട്ടും അല്ലെ? ആഡ് വെർബ് ഫ്രേസ് ആണിത്. ടഫ് ആണ്. എങ്ങനെ വന്നു എന്നുള്ളത് വരും. അടുത്തൊരെണ്ണം നോക്കിക്കേ. ചൂസ് ദി ആന്റോണിം, ഓപ്പോസിറ്റ് ഓഫ് ഫെലിസിറ്റസ്. ഫെലിസിറ്റസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫെലിസിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് എന്നാണ് അല്ലെ? ഫെലിസിറ്റസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ് എന്നാണ്. ഓക്കെ, ഈ സമയത്ത് പറ്റിയ ചോദ്യം വരുന്ന സൈക്കിൾ ഉണ്ട്. ഇറ്റ്സ് എ ഫെലിസിറ്റസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. എനിക്കത് അറിയാത്തപ്പോ ചോദിച്ചതോ ഇൻഅപ്രോപ്രിയേറ്റ് ആയിപ്പോയി, ഫെലിസിറ്റിന്റെ ഓപ്പോസിറ്റ് ആയിപ്പോയി. ഇതൊക്കെയാണോ? അപ്പൊ ഫെലിസിറ്റസും അതിന്റെ ഓപ്പോസിറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് ഓർത്ത് വെച്ചോണം. റെഡി ആണോ? റെഡി അല്ലേ ഗോപിക? ശീതൾ റെഡി? ഇതിനെ സെറ്റ്. അപ്പൊ അതും കിട്ടി. ആ 10 എണ്ണം അവിടെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ചോദ്യ പേപ്പർ? റോളർ കോസ്റ്റർ ആയിരുന്നു. ഇടയ്ക്ക് അടിപൊളി തുടക്കമൊക്കെ സൂപ്പറായി വന്നിട്ട് ഇടയ്ക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങൾ വന്നൊരു 3-4 എണ്ണം പോയി. അതായത് ആ 10 എണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 5 മാർക്ക് ഒരു ആവറേജ് സ്റ്റുഡൻസിന് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അതിൽ 2-3 എണ്ണം ഭയങ്കര പാടാ, ഒരിക്കലും കിട്ടത്തില്ലെന്നും പിന്നെ 2 എണ്ണം നെഗറ്റീവ് അടിപ്പിക്കുക. അങ്ങനെ നോക്കിയാൽ തന്നെ 5 മാർക്കേ 10 കിട്ടത്തുള്ളൂ. അതായിരുന്നു ഇംഗ്ലീഷ്. 10 കറപ്പിക്കാമെന്ന് പോയി. 10 എണ്ണത്തിൽ 8 എണ്ണം നെഗറ്റീവ് അടിപ്പിക്കുന്നതിൽ നല്ലത് നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ യുക്തിപരമായി ചിന്തിച്ച് 5 എണ്ണം ശരിയാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടായിരുന്നു? 7, 6 മിടുക്കന്മാരെ, 9, 7, 5. അയ്യോ മിടുക്കികളെ, ജെൻഡർ ഇക്വാലിറ്റി ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. 5 സൈക്കിള്, ബൈക്ക്, ഓണ്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 6. ടഫ് ആയിരുന്നു, ഓഫ് കോഴ്സ് ടഫ് ആയിരുന്നു. 8, 6, 5. ശരി, അടുത്തതിലോട്ട് പോവാം. ചോദ്യം വേണ്ടേ? അടുത്തതിലോട്ട് പോവാം. പെട്ടെന്ന് പറ. നിക്ക് നോക്കാം. ഓൺ എ ബൈക്ക്, ഓൺ എ മോട്ടോർ സൈക്കിൾ ആണേ കേട്ടോ. ഓൺ എ ബൈക്ക്, ഓൺ എ മോട്ടോർ സൈക്കിൾ, ഓൺ ബസ്. കാറിന്റെ അകത്ത് മാത്രമേ ഇന്ന് വരത്തുള്ളൂ. അപ്പൊ അത് തീർന്നോ? ഓൺ എ ബൈക്ക്, ഓൺ എ മോട്ടോർ സൈക്കിൾ കേട്ടോ. ഓൺ എ ബൈക്ക്, ഓൺ എ മോട്ടോർ സൈക്കിൾ മുകളിൽ കയറുമല്ലോ. ഓൺ എ ബൈക്ക്, ഓൺ എ മോട്ടോർ സൈക്കിൾ ആണ്. ബസ്സിന്റെ അകത്താണെങ്കിൽ ഓൺ ബസ് ആണ്, ഓൺ എയ്റോപ്ലെയിൻ ആണ്, വിശാലമായി നടക്കാം. അതുകൊണ്ട് അത് കാറിന്റെ മാത്രം ഇന്ന് ഓർത്തു വെക്കാമോ? അപ്പൊ അത് റെഡി അല്ലേ? ബാ ബാ ബാ. ഈ ചോദ്യം ഞാൻ ഇത് മാത്രം വെക്കാൻ ഉദ്ദേശിച്ച് ഇത് കയറി വന്നതാ. ഫയർമാൻ 2022 അടുത്ത യൂണിഫോം ചോദ്യം. പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് സമയമില്ല. ഇപ്പൊ ഓടി പള്ളിയിൽ പോകണം. അതുകൊണ്ട് അതിന് മാക്സിമം സ്പീഡ് ചെയ്തോ. ഇഫ് ക്ലോസ്, യെസ് നമ്മുടെ മാർക്ക്. ഇഫ് യു ഹാഡ് ടച്ച്ഡ് അല്ല ടോൾഡ് ദ ട്രൂത്ത് ഡേ ഡാഷ്. ഇഫ് യു ഹാഡ് വന്നാൽ വുഡ് ഹാവ് വരണം. ഇവിടെ വുഡ് ഹാവ് വന്ന ആ കൂടെ ഇതേ ഉള്ളൂ. ഞാനാണ് ഇത് ബബിൾ ചെയ്തിട്ട് പണി നോക്കും. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഹാഡ് വന്നെന്നുണ്ടെങ്കിൽ ഹാവ് വരത്തില്ല, മറക്കരുത്. അത് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഒന്നുകൂടി കാണും. ഏത് ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹോം എവറി വീക്ക്. നെയ്തർ നോർ വരുമ്പോഴത്തേക്കും എന്ത് വരും?
നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട് ഗോ ഹോം എവറി വീക്ക്. ടഫ് പ്രോമാക്സ് ആണോ? റെഡി ആണോ? എങ്ങനെ പറയാം? നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഇതെടുക്കും, പ്ലൂറൽ അല്ലേ, അതുകൊണ്ട് ഗോ ആയി ഓർത്ത് വെച്ചോണം. ടഫ് കിട്ടുവോ? കിട്ടത്തില്ലേ? കിട്ടണം. അപ്പം നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് വരുമ്പോ രണ്ടാമത്തത് എടുക്കും. നെയ്തർ നോറിൽ ഏതാ എടുക്കുന്നത്? രണ്ടാമത്തെ, പ്ലൂറലാണ്, ഗോ ആണ്. അത് കിട്ടത്തില്ലേ? കിട്ടണം. അടുത്ത് ഹി ഈസ് സീനിയർ ഡാഷ് മീ ഇൻ കോളേജ്. പറയാമോ? അതെ, ഇത് നാളെ വരുമ്പോ എഴുതണേ, ഇതേ ഓർത്ത് വെച്ചോണേ. അപ്പം ഹി ഈസ് സീനിയർ ഡാഷ് മീ, സീനിയർ, പ്രയർ, ഇൻഫീരിയർ, സുപ്പീരിയർ എന്ന് വരുമ്പോ എന്തോ കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? പറയാമോ? ടു കൊടുക്കണം. അപ്പൊ ഇത് നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതല്ലേ? ആണല്ലോ. അത് റെഡിയല്ലേ? ശരി, സെക്കൻഡ് വെർബ് നോക്കണം. വെരി ഗുഡ്. നെയ്തർ വന്നാൽ സെക്കൻഡ് എടുക്കണം. സൂപ്പർ. അടുത്ത് എവരി വൺ പാസ്ഡ് ദി എക്സാമിനേഷൻ. അപ്പൊ എവരി വൺ പാസ് ദി എക്സാമിനേഷൻ, ആഡ് എ സ്യൂട്ടബിൾ ടാഗ്. അപ്പൊ എന്തോ കൊടുക്കുക അതിന്റെ അകത്ത്? എവരി വൺ പാസ്ഡ് അല്ലേ, ഡിഡ് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ, ഡിഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം എന്തോ കൊടുക്കാൻ പറ്റും? ഡിഡ് ഇൻ ദേ ആണ്. ഓക്കെ അല്ലേ? എവരി വൺ പാസ്ഡ്, പാസ്ഡ് അവറിന് ദി എക്സാമിനേഷൻ. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആകും അല്ലേ? അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ളത് കളയാം, പക്ഷെ ഇവിടെ എല്ലാം നെഗറ്റീവാ. ഡിഡിൻ ദേ ആണ്. ഡെസിന്റെ ഇല്ല, ഒളിഞ്ഞിരിപ്പില്ല. സിമ്പിൾ ആയിട്ട് കിട്ടത്തില്ലേ? ഈ മാർക്ക് നമ്മുടേതാ. എ ഡാഷ് ഓണസ്റ്റ് മാൻ ഈസ് ദ നോബിളസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ഓണസ്റ്റ് മാനും സാധാരണഗതിയിൽ ഓണസ്റ്റ് വരുമ്പോഴത്തേക്കും എന്താ കൊടുക്കണ്ടേ? ഓണസ്റ്റ്, എച്ച് സൈലന്റ് ആണ്. അവർ, എച്ച് സൈലന്റ് ആണ്. യൂറോപ്യന് എ വരത്തുള്ളൂ, എ യൂറോപ്യൻ ആണെന്ന് ഓർത്ത് വെച്ചോണം. അവർ ഓണസ്റ്റ്, ഓക്കെ, എച്ച് സൈലന്റ് ആയതുകൊണ്ട് ആൻ ഓണസ്റ്റ് മാൻ ആണ്. ഓക്കെ അല്ലേ? ഞാൻ നോക്കുക, നിങ്ങൾ വർക്ക് ഓഫ് ഗോഡ്. അപ്പൊ അത് കിട്ടും. തേനീച്ചകളെ വളർന്നതായിരുന്നു, അത് ഏപ്പിയറി ആയിരുന്നു അല്ലെ? അതിന്റെ പ്രൊണൗൺസിയേഷന് ഞാൻ പറയുന്ന പൊട്ടത്തെറ്റാ, ചിലവർ ചിരിക്കുന്നുണ്ടായിരിക്കും ഓൾറെഡി, പക്ഷെ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രൈഡ് ഓഫ് ലയൺസ് ഓക്കെ ആണോ? പ്രൈഡ് ഓഫ് ലയൺസ് റെഡി അല്ലേ? കിട്ടുവോ? ഓക്കെ, കിട്ടി. അടുത്ത പറഞ്ഞം, ചൂസ് ദി കറക്റ്റ് സിനോണിം ഫോർ വിയറി. ഓ, ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഭയങ്കര എന്താ പറയാ, വിയറി ആയെന്ന്. ജീവിതത്തിൽ ക്ലാസ് എടുത്ത് ഞാൻ വിയറി ആവത്തില്ല, ചുമ്മാ ഇരുന്ന് വിയറി ആയാലും. വിയറി മീൻസ് ടയേർഡ് ആണ്, വിയറി മീൻസ് ടയേർഡ് ആണ്. അതേപോലെ ഡ്രൗസി ആണെങ്കിലോ അതും ക്ഷീണമായിരുന്നു, കുറച്ച് മുമ്പ് വന്നിട്ടുള്ളതാണ്. സെലക്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പൊ ഇതിലൊരെണ്ണം വരും, നിങ്ങൾ എഴുതണേ, സെറ്റ് ആക്കിയിട്ട് വരണേ. ഒട്ടും അറിയത്തില്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട്. മലയാളം കൂടെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചെയ്തു തരാമേ. ആണോ? ഒരു സെക്കൻഡ്. അടിച്ച് കേൾക്കാൻ. ഹലോ, അതുകൊണ്ട് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇപ്പോഴും ഉണ്ടോ? കിട്ടത്തില്ലേ? അപ്പൊ ഇതെന്തോ കിട്ടും? ഹാൻകർചീഫ്. റിപ്പീറ്റ് ലൂപ്പ് അടിക്കുന്നു. നോക്കിയേ, ഇപ്പൊ ക്ലിയർ ആയോ? നോക്കിയേ, ഹാൻകർചീഫ് ആണ്. റെഡി അല്ലേ? ശരി, അടുത്തത് നോക്കിയേ. സെലക്ട് സ്യൂട്ടബിൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ആൻ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ടേക്ക് എ ക്വിക്ക് ഡിസിഷൻ. എന്തോ പറയും? അക്യുമെൻ എന്ന് പറയും. ഓക്കെ, റിക്വസ്റ്റ് എന്താ പറയാ, റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ പറയണം, അത് ഉടനെ ബഗ് ശരിയാക്കും. ഓഡിയോ വീഡിയോയിൽ എന്തോ പ്രോബ്ലം വന്നതാ. ഓക്കെ, ശരി, എന്തായാലും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ ടീം വർക്ക് ചെയ്യും, അത് ശരിയാക്കും. എന്നും എല്ലാം റെക്കോർഡ് ആക്കാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് ലൈവ് വേണം. വൈൽ വാക്കിംഗ് ഇൻ ദ പാർക്ക് ഐ ഡാഷ് ആൻ ഓൾഡ് ഫ്രണ്ട്. പാർക്കിലൂടെ നടന്നു പോയപ്പോഴത്തേക്കും ഐ കെയിം അക്രോസ് എന്നുള്ളത് ഓർത്ത് വെച്ചോണം. ഓക്കെ അല്ലേ? കെയിം അക്രോസും ഓർത്ത് വെച്ചോണം. റെഡിയാണോ? ശരി, ബഫറിംഗ് ഉണ്ട്, സ്റ്റക്ക് ആണ്. ഉണ്ടല്ലേ? സ്റ്റക്കായി, വീണ്ടും പോയി. എന്തുകൊണ്ടായിരിക്കും?
ഇപ്പൊ ഓക്കെ ആണ്, കാണാവോ? ഓക്കെ. ഇനി ബഗ് വരാൻ വെയിറ്റ് ചെയ്യേണ്ട, അത് മോണിറ്റർ ചെയ്യാനോ നോക്കാൻ പറ. അപ്പൊ ബാ നമുക്ക് ചെയ്യാം. ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് 2022 ഉറപ്പായിട്ടും ടഫ് ചോദ്യങ്ങളായിരിക്കും. ചെയ്ത് നോക്കിയാലോ? റെഡിയാണോ? ആ ഓക്കെ. അതായത് ലാസ്റ്റ് പറഞ്ഞത് ഇതാണ്, അതായത് ഞാൻ പാർക്കിലൂടെ നടന്നു പോയപ്പോഴത്തേക്ക് എന്റെ ഒരു സുഹൃത്തിനെ, പഴയ സുഹൃത്തിനെ അങ്ങ് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നേ. അതിന് കെയിം എക്രോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് കെയിം എക്രോസ് എന്ന് പറയും. ഇപ്പൊ റെഡിയാണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിസ്സായി. ഇപ്പൊ റെഡി അല്ലേ? ആ, 9ാമത്തേത് എന്തായിരുന്നു? അതായത് പെട്ടെന്നൊരു തീരുമാനം, സൂപ്പർ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി, എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷനെ അക്യൂമെന്റ് എന്ന് പറയും. അത് റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയോ? അടുത്തത് ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് 2022 ചോദ്യങ്ങൾ ചെയ്യാം. നോക്കാം. ചെയ്യാം, ബാ. അപ്പോ ഇതുകൂടെ നമുക്ക് ചെയ്തിട്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് നോക്കാം, എത്രത്തോളം കിട്ടുമെന്ന് നോക്കാം, എത്രത്തോളം ടഫ് സംഭവങ്ങൾ നമ്മളെ വീഴ്ത്തുമെന്നും നോക്കാം. ഒരു കാര്യം മറക്കരുതേ, എല്ലായിടത്തും പറയുകയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആരുടെയും പോയി മോണിറ്റർ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തമായിട്ട് അഡ്വൈസിൽ പറയുക, ഉറപ്പായിട്ടും നമ്മൾ എത്ര പ്രിപ്പയർഡ് ആണല്ലോ, ഒരിക്കലും കിട്ടാത്ത ചില ചോദ്യങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ള ചോദ്യത്തെ അത് അഫക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഓക്കെ. അപ്പം നിലവില് ഏതേലും ചോദ്യങ്ങൾ ഒട്ടും കിട്ടാതെ വരുമ്പോൾ അടുത്ത ചോദ്യത്തിനെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കിട്ടാതിരിക്കാൻ, അത് അഫക്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾ നോക്കണം. അപ്പൊ വാ നമുക്ക് നോക്കാം. ഹിസ് ഫാദർ ലെഡ് എ ഡാഷ് ലൈഫ്, വിച്ച് ഈസ് ദ കറക്റ്റ് വേർഡ്? ഹിസ് ഫാദർ ലെഡ് എ ഡാഷ് ലൈഫ്. എന്ത് ലൈഫാ? ക്വയറ്റ് ലൈഫ് ആണ്. QUIET ആണ് അല്ലേ? ഇത് സിമ്പിൾ ആയിട്ട് കിട്ടും. വാട്ട് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? ഇത് സമയം കൺസ്യൂമിംഗ് ആയിരിക്കും, 4 എണ്ണത്തിലൂടെ നമ്മൾ പോകേണ്ട വരും. അപ്പൊ എന്താ പറയാ? വാട്ട് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? എന്തുവാണ് ഇതിന്റെ അകത്ത് കറക്റ്റ് സെന്റൻസ്? പറയാമോ? ഐ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ് ആണ്. ഉറപ്പായിട്ട് ഇങ്ങനത്തെ സംഭവം വന്ന് ഫുള്ളി കിട്ടിയില്ല, സ്കിപ്പ് ചെയ്ത് നോക്കണേ കേട്ടോ. ഐ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ് ആണ്. ഓക്കെ ആണോ? ഐ ഡു നോട്ട് വാണ്ടഡ് ഇറ്റോ, ഐ ഡിഡ് നോട്ട് വാണ്ടഡ് ഇറ്റോ, ഐ ഡസ് നോട്ട് വാണ്ടഡ് ഇറ്റോ അല്ല, ഐ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ് ആണ് ഈ കൂടുതലെ കറക്റ്റ് സെന്റൻസ്. അടുത്തത് ഹൗ ഓൾഡ് ആർ യു? ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മൾ ഇത് പ്രിപ്പയർഡ് ഈ ഒരു സംഭവത്തിന് അല്ലെ? എങ്ങനെ പറയാം? അതായത് എവിടെ പോകുന്നു, എന്താ പേര് എന്നുള്ള ചോദിക്കുന്നത് ഇന്ററോഗേറ്റീവ് ആണ് അല്ലെ? എന്നാൽ ഒരാളുടെ അടുത്ത് പറയാം നീ പോവണ്ട എന്ന് പറഞ്ഞ ഇംപരേറ്റീവ്. പ്ലീസ് നീ പോവണ്ട, അതും ഇംപരേറ്റീവ് അല്ലെ? നീ ഇവിടെ പോവാറില്ലല്ലോ, നീ ഇവിടെ തന്നെ അല്ലേ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസുമാണ്. അപ്പൊ അതും കിട്ടത്തില്ലേ? അടുത്ത് എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ്, ഇറ്റ് ഡാഷ് ടു ഓൾ ലിവിങ് തിങ്സ്. കറക്റ്റ് അല്ലേ? സമ്മർ സമയത്തെ എന്താ പറയാ, മഴ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സമാധാനമാണ് അല്ലെ? അപ്പം എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ്, ഇറ്റ് ഈസ് ബ്രിങ് റിലീഫ്. തെറ്റ്. ഇറ്റ് ബ്രിങ് റിലീഫ്സ് ആണോ, ഇറ്റ് ബ്രിങ്സ് റിലീഫ് ആണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ബ്രിങ്സ് റിലീഫ് ആണ് ശരിയായിട്ടുള്ളത്. ഇതും കൺഫ്യൂസിങ് ആക്കി കളയും. അപ്പൊ എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ്, ഇറ്റ് ബ്രിങ്സ് relief to all living things. It brings relief to all living things. It brings relief to all living things. റെഡി ആണോ? റെഡി അല്ലേ? ഓക്കെ, ശരി. അടുത്തൊരെണ്ണം നോക്കിക്കേ. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ. ഓൺ റിപ്പോർട്ടിംഗ് ദിസ് സെന്റൻസ് വി ഗെറ്റ് ഡാഷ്. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ. ഇത് ഏറ്റവും ടഫ് ആകാൻ കാരണമുള്ള ഒരു വാക്ക് ഇതിന്റെ അകത്തുണ്ട്. എന്തുവാ? നാളെ എക്സാമിന് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് യൂണിഫോം ആണ്, ഉറപ്പായിട്ട് ആ ചോദ്യം വരും. ഡിഗ്രി ലെവൽ ആണെങ്കിലും ഉറപ്പായിട്ട് ആ ചോദ്യം വരും. ASMകാരെ ബോണസ് ആണ്, ഇത് പഠിച്ചോ, വന്ന നിങ്ങൾക്കായിരിക്കും മാർക്ക്. അപ്പൊ ഇത് എന്തുവാ? ഇതിന്റെ അകത്ത് ടഫ് വരാൻ കാരണം എന്താ? വെറൈറ്റി എന്തുവാ? ഈഫ് ക്ലോസിന്റെ അകത്ത് ഈഫ് തിരിച്ചൊക്കെ ഇടാറുണ്ട്, നമ്മളത് പറഞ്ഞു. അതായത് ഈഫ് എന്ന് പറഞ്ഞ് തുടങ്ങണമെന്നില്ല, ഹാഡ് ഐ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുമുണ്ട്. അതൊക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെ ഡയറക്റ്റ് ഈ സംഭവത്തിന്റെ അകത്ത് ടഫ് പറഞ്ഞാൽ എന്തുവാ? സെയ്സ് അല്ലെ? സെയ്സ് എന്നുള്ള വാക്ക് എന്ന ടെൻസ് മാറത്തില്ലേ? മറക്കരുത്. സെയ്സ് ആണോ സെഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചോണേ. സെയ്സ് ആണ്, ടെൻസ് മാറത്തില്ല. മാർക്ക് നാളെ രക്ഷപ്പെട്ടാ വന്ന് പറയണം അതിന്റെ അകത്ത്. ഓക്കെ. അപ്പം ഗോപു സെയ്സ് ദാറ്റ് ഹി ഈസ് നോട്ട് വെൽ ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ.
ഗോപു സേസ് ദാറ്റ്. അപ്പൊ സേസ് തന്നെ വരും. സേസ് ആണോ? സേസ് തന്നെ വരും. അയ്യോ ഹി ഈസ് നോട്ട് വെൽ എന്ന് തന്നെ വരും. ടെൻസിന് ഒരു മാറ്റവും ഇല്ല, മറക്കരുതേ. ഓക്കെ, അടുത്തേ വിച്ച് ഈസ് ദി ഓഡ് വൺ. ഈ താഴെ തന്നിട്ടുള്ളവയിലെ ഓഡ് വൺ ഏതാണ് പറയാമോ? വിച്ച് ഈസ് ദി ഓഡ് വൺ ഏതാ? ഇത് ജെന്നിയാണെന്ന് ഓർത്ത് വെച്ചോണം. റെഡി അല്ലേ? ഫോക്സ്, വിക്സൺ അങ്ങനെയൊക്കെ ഓരോന്നില്ലേ, ഇത് ഫീമെയിൽ വേർഷൻ ആണെന്ന് ഓർത്ത് വെച്ചോണം. അതുകൊണ്ടാണ് ഇത് ഡിഫറെന്റ് ആയത്. എക്സാമോൾ ഇരിക്കുമ്പോൾ അത് കിട്ടണമെന്ന് ഇല്ല ചിലപ്പോൾ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഗീവ് ദി കറക്റ്റ് ഫ്രേസൽ വെർബ് ഫോർ എക്സ്റ്റിംഗ്വിഷ്. ഒരു സംഭവം അണയ്ക്കുക എന്നുള്ളതിന് എന്ത് പറയും? പുട്ട് ഔട്ട് ആണെന്ന് ഓർത്ത് വെച്ചോണം. പുട്ട് ഔട്ട് ആണ് എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് അല്ലെ? തീ അണയ്ക്കുന്നത്, എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് പുട്ട് ഔട്ട് ആണെന്ന് ഓർത്ത് വെച്ചോണം. പുട്ട് ഓൺ ആണെങ്കിലോ ധരിക്കുക, വിയർ അല്ലെ? ധരിക്കുന്നതിനാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. അതും റെഡി അല്ലേ? ധരിക്കുന്നതിനാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. ധരിക്കുന്നു, ഒരു തുണി എടുത്ത് ധരിക്കുന്നു, പുട്ട് ഓൺ ആണ്. ഇനി എന്തെങ്കിലും ഒരു സംഭവം മാറ്റി വെക്കുന്നു, പോസ്റ്റ്പോണ്ട് ചെയ്യുന്നു, അതിനെന്ത് പറയും? പുട്ട് ഓഫ് ആണെന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ പോസ്റ്റ്പോണ്ട് ആണെങ്കിൽ പുട്ട് ഓഫ് ആണ്, അണയ്ക്കുന്നതാണെങ്കിൽ പുട്ട് ഔട്ട് ആണെന്ന് ഓർത്ത് വെച്ചോണം. ഇനി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണെങ്കിലും ആര്യ എന്തോ പറയും? ജസീന, വിക്കിയെ, പ്രിയ എന്തോ പറയും? ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ശ്രീകുമാറെ, എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന ആളുമായിട്ട്, ഇന്ന സംഭവമായിട്ട്, എങ്കിൽ എന്ത് പറയും കൃഷ്ണ? എന്തു? ശ്രുതി, നവീനെ എന്തു പറയും നമ്മള്? പുട്ടപ്പ് വിത്ത് അല്ലെ? അപ്പം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പുട്ടപ്പ് വിത്ത് ആണ് പറയുന്നത് അല്ലെ? പുട്ടപ്പ് വിത്ത് പറയും, പുട്ടപ്പ് വിത്ത്. ഓക്കെ, പുട്ടപ്പ് വിത്ത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എയ്തർ യു ഓർ യുവർ ബ്രദേഴ്സ്. ഇച്ചിരി മുമ്പ് നമ്മൾ പഠിച്ചതാ. എയ്തറോ നെയ്തറോ വന്നു കഴിഞ്ഞാൽ ആദ്യത്തേത് എടുക്കോ രണ്ടാമത്തേത് എടുക്കോ? ഏതാ എടുക്കുന്നേ? രണ്ടാമത്തേതാ എടുക്കുന്നേ. സൂപ്പർ. അപ്പൊ പിന്നെ അത് കിട്ടത്തില്ലേ? അപ്പൊ എയ്തർ ഓർ വരുമ്പോ രണ്ടാമത്തെ എടുത്തു, യുവർ ബ്രദേഴ്സ് ആണ്. എയ്തർ യുവിനെ എടുക്കത്തില്ല, ഒന്നെടുക്കത്തില്ല, രണ്ടാമത്തെ യുവർ ബ്രദേഴ്സ് ആണ്. എയ്തർ ഓർ ആണെങ്കിലും രണ്ടാമത്തെ, എയ്തർ ഓർ ആണെങ്കിലും രണ്ടാമത്തേത്, മറക്കത്തില്ലല്ലോ. അപ്പൊ എയ്തർ യു ഓർ യുവർ ബ്രദേഴ്സ് അവിടെ എടുത്തു. റെഡി അല്ലേ? യുവർ ബ്രദേഴ്സ് 6 പേരും ആണല്ലോ. എയ്തർ യു സിംഗുലർ ആയിരുന്നു, ഓർ യുവർ ബ്രദേഴ്സ് ഡിഫറെന്റ് ആയി, അതുകൊണ്ട് 6 ആയി മാറി. കിട്ടിയോ? അങ്ങനെ ഇത് ഇംപ്രൂവ് ചെയ്യണം. വാട്ട് ഈസ് ദി ക്വസ്റ്റ്യൻ ടാഗ് ഫോം ഹിയർ? ഹി സെൽഡം വിസിറ്റ്സ് ദ ലൈബ്രറി. ഡസ് ഹി. ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇങ്ങനത്തേതാണ് ടൈം കൺസ്യൂമിങ്. 4 എണ്ണം 4 ചോദ്യത്തിന് പകരമാണ്. ഹി സെൽഡം എന്ന് പറയുമ്പോഴേ നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ്. വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഡസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഡസ് വിസിറ്റ് ആണ് വിസിറ്റ്സ് ആയതെന്ന് ഓർത്തോണം. അപ്പൊ ഡസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഡസ് ഹി, ഇതാണ് ശരി. ഓക്കെ, ഇനി ഹി സെൽഡം വിസിറ്റ്സ് ദ ലൈബ്രറി. ഡസ് ഇൻ ഹി വരത്തില്ല, കാരണം ഈ സെൽഡം എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും പോസിറ്റീവ് ആവണം. ഇവിടെ അതായില്ല. ഹി സെൽഡം വിസിറ്റ്സ് ദ ലൈബ്രറി. സെൽഡം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് എന്തായാലും ഇവിടെ പോസിറ്റീവ് തന്നെ വരണം. ഇതല്ല, അല്ലെങ്കിൽ ഡോണ്ട് അവിടെ ഇല്ല. അപ്പൊ പിന്നെ ഇതാണ് ശരി. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അടുത്തത് മൈ മദർ നെവർ ഡാഷ് എ ലൈ. വാട്ട് ഈസ് ദി കറക്റ്റ് ടെൻസ് ഫോം? മൈ മദർ നെവർ ടെൽസ് എ ലൈ ആണോ, ടെൽ എ ലൈ ആണോ? എന്ത് പറയാൻ പറ്റും? മൈ മദർ നെവർ ടെൽസ് എ ലൈ. ഓക്കെ, മൈ മദർ നെവർ ടെൽസ് എ ലൈ ആണ്. ടെൽ അല്ല, ടെൽസ് എ ലൈ ആണ്. ഓക്കെ ആണല്ലോ? ടെല്ലും അല്ല, ടെല്ലിങ്ങും ടെൽസും അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. മൈ മദർ നെവർ ടെൽസ് എ ലൈ ആണ്. ഓക്കെ ആണോ? റെഡി? അടുത്തൊരെണ്ണം നോക്കിക്കേ. നമ്മുടെ ബ്രഹ്മാസ്ത്രയുടെ വാർ 1 നിങ്ങൾ എല്ലാവരും ചെയ്തു. ഓഫ് കോഴ്സ് ഭയങ്കര പാടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. റീഅറ്റംപ്റ്റും ചെയ്ത് ഇംപ്രൂവ് ചെയ്തു അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താ? വാർ 2 ആണ്. വാർ 2 റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഇന്ന് വൈകിട്ടുണ്ട് അതിന്റെ ലീഡർ ബോർഡും പബ്ലിഷ് ചെയ്യും. അപ്പം അത് ചെയ്ത് ഇംപ്രൂവ് ചെയ്യണം. പാട് വരും, ടൈം മാനേജ്മെന്റ് വരും. നിങ്ങൾ എക്സാം പോലെ അതിന് എഴുതണം, എഴുതി ഇംപ്രൂവ് ചെയ്യണം. ഇതങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചറപറ ASM യൂണിഫോമിന് ടെസ്റ്റ് സീരീസ് ഫുൾ ആയിട്ട് തരുന്നുണ്ട്. അതായത് ചെറിയത് ഫുൾ ലെങ്ത് ടെസ്റ്റ് അല്ലാത്തത് കിട്ടുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഓരോന്ന് ലെവൽ കറണ്ട് അഫയേഴ്സ് ഫുൾ അടിച്ചെടുക്കാം. ഇത് ഫുള്ള് കണ്ടാൽ മതി. ഇതിനിപ്പോ ഞാൻ പേയ്മെന്റ് 100 വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ വാല്യൂ കൂടിയാനെന്ന് എനിക്കറിയാം, ഞാൻ ആക്കും. ഓക്കെ, പക്ഷേ ഇപ്പൊ ഫ്രീ ആണ്, വാല്യൂ ഉണ്ട്, ചെയ്ത് പഠിക്കണം കേട്ടോ. റിപ്പീറ്റ് എടുത്ത് ചെയ്ത് പഠിക്കണം. പിന്നെ അതേപോലെ ഹിസ്റ്ററി ടെസ്റ്റ് സീരീസും ഉണ്ട്. ഈ ആപ്പിന്റെ അകത്തുള്ളവരുടെ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കാൻ, ഇതെല്ലാം ഫ്രീ ആണ്. നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും അത് അവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അത് ചെയ്താലേ നമുക്ക് ഒരുമിച്ച് ഗുണം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് ഗുണം ഉണ്ടായാലേ ചെയ്യുന്നതിന് നല്ലത് വരത്തുള്ളൂ. അതുകൊണ്ട് ഹിസ്റ്ററി ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് ജോഗ്രഫി വരും, അപ്പോഴത്തേക്കും ബയോളജി വരും, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എല്ലാം വരും. ഫുൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അപ്പം വാറും ചെയ്യണം. റെഡി ആണോ? അപ്പൊ ഇനി ഒരൊറ്റ ഒരെണ്ണം കൂടെ ചെയ്തിട്ട് പോവാം. ഒറ്റ ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ 2018. ഫുള്ള് യൂണിഫോമിന്റെ കൊണ്ടുവന്നത്. ഡിഫിക്കൽറ്റി മതി, നമ്മൾ ഇമ്പ്രൂവ് ആവും കേട്ടോ. ശരി, ഓക്കെ. അടുത്തത് പിന്നെ അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇമ്പോർട്ടന്റ് ഒരു കാര്യം, നമ്മള് SBCIDക്ക് വേണ്ടിയുള്ള
ഒരു റിവിഷൻ കോഴ്സ് ഇതേപോലെ ലോഞ്ച് ചെയ്യാൻ പോവാ. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിലേറ്റഡ് ഫാക്റ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബാച്ച്. ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും. നിങ്ങൾ തന്നെ ആ പ്രൈസ് ഒന്ന് പറഞ്ഞു നോക്ക്. 20 സെഷൻസ് കാണും. ഇത് അറിയണേ, 20 സെഷൻസ് ഉണ്ടായിരിക്കും. ഇതേപോലെ ലൈവ്, പിന്നെ റെക്കോർഡ് ആക്കാം, പിന്നെ PDF കിട്ടും. 20 എന്ന് പറയുമ്പോൾ ഇൻ ആപ്പിൽ നമ്മൾ അതിന്റെ അപ്പുറവും പോകും, എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ GK മാത്രം കംപ്ലീറ്റ് റിവിഷൻ SBCAD എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്യുന്നത് 20 എണ്ണം ഉണ്ടായിരിക്കും. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും അറിയാമോ? ഡിഗ്രി മെയിൻസ് ലെവൽ. ഓക്കെ, ഡിഗ്രി മെയിൻസ് ലെവൽ ചോദ്യപേപ്പർ ഒരു പരിധി വരെ നിങ്ങൾ കാണാണ്. പക്ഷെ ഡിഗ്രി മെയിൻസ് ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ GK ഉപരി റീസണിങ് നമ്മളെ വളർത്തണം, നമ്മളത് ചെയ്യണം. ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബാച്ച് SI മെയിൻസുകാരുടെ GKക്ക് യൂസ്ഫുൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ GK ബാച്ചുകാർക്ക് യൂസ്ഫുൾ ആണ്. SBCID നോക്കുന്നവർക്കും യൂസ്ഫുൾ ആണ്. 20 ലൈവ് സെഷൻസ്, ഓക്കെ, റെക്കോർഡ് PDF, അതേപോലെ ടെസ്റ്റ് സീരീസ് എല്ലാം കൂടെ ആക്കി ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ആണ്. അപ്പൊ ഞാനും ചോദിച്ചോട്ടെ, ഇതിന് നിങ്ങൾക്കും നമുക്കും എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് എത്ര വരെ ആണെങ്കിലും ഓക്കെ ആയിരിക്കും? ഒന്ന് പറയാമോ? ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ടിങ് എൻറ്റയർലി ഡിഫറെന്റാ. അപ്പൊ എന്ത് ചെയ്യണം? വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഹെവി യൂസ്ഫുൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ട് എഡ്യൂക്കേഷൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് തന്നെ നമുക്ക് സൂപ്പറിനെ ലോഞ്ച് ചെയ്യാം. നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ പോവാം കേട്ടോ. എല്ലാരും അപ്ലൈ ചെയ്തായിരുന്നോ? അപ് ടു 400 വരെ നിങ്ങൾ ഓക്കെ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ പേടിക്കണ്ട, എന്തായാലും എനിവേ മോർ ദാൻ അതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ബാ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ് ഇതുകൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ശരി, അത്രേ ഉള്ളൂ. അപ്പൊ ബാ, ഒന്നാമത്തെ ചോദ്യം. ഹിസ് ന്യൂ കാർ ലുക്സ് മോർ ഡാഷ് ആൻഡ് എയറോപ്ലെയിൻ. ഹിസ് ന്യൂ കാർ ലുക്സ് മോർ എന്താ? മോർ ലൈക്ക് ആൻഡ് എയറോപ്ലെയിൻ ആണ്. അത് റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ, സെറ്റ്. ഡിഗ്രി ഇല്ല, അപ്ലൈ ചെയ്യാത്തവരുണ്ട് അല്ലേ? സാരമില്ല, നമ്മള് ഡിഗ്രി ലെവലിലത്തേത് പ്രിപ്പയർ ചെയ്ത് പോവാ. നിങ്ങൾ ഡിഗ്രി ഇല്ല കുഴപ്പമില്ല. പിന്നെ LDC ഇപ്പോഴേ ആഞ്ഞു നോക്കുന്നവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ഞാൻ എന്നാലും LDCക്കും VFAക്കും പിന്നെ LGSനും എല്ലാത്തിനും ലോങ് ടൈം ബാച്ച് ലോഞ്ച് ചെയ്ത് തരാം. അതിന് ആ ലാസ്റ്റ് സമയം റിവിഷൻസും ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ഡിഗ്രി ലെവലാണ്. ഡിഗ്രി ലെവൽ മെയിൻസ് ലെവലിൽ തന്നെ പ്രിലിംസും മെയിൻസും ആക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ എക്സാം ക്രാക്ക് ചെയ്യാം. കാരണം നിങ്ങൾ 1999 10,000 20,000 രൂപയുടെ കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് പല വഴി പോകുന്നതിന് പകരം റിവൈസ് ചെയ്ത് സെറ്റ് ആക്കി റിലേറ്റഡ് ഫാക്ട് ആക്കി ഏറ്റവും ബെസ്റ്റ് ആക്കി തരും. ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ ഇത് കിട്ടിയോ? ലൈക്ക്. അടുത്ത, റാം ഈസ് ഡാഷ് ദാൻ എനി അതർ ബോയ് ഇൻ ദി ക്ലാസ്. റാം ഈസ് ഡാഷ് ദാൻ എനി അതർ ബോയ്. ദാൻ വന്നു, നമ്മൾ പഠിച്ചത് ദാൻ വന്നു. എന്തു പറയാം? ദാൻ വന്ന കമ്പാരിറ്റീവ് ആണ് അല്ലെ? അപ്പൊ ബ്രൈറ്റർ ആണ്. എന്നാൽ THE വന്നു കഴിഞ്ഞാൽ എന്തോ വരും? ബെസ്റ്റ്, മോസ്റ്റ് ഒക്കെയാ വരുന്നത്. അത് സൂപ്പർലേറ്റീവ് ആണ്. അപ്പൊ ഇതും കിട്ടത്തില്ലേ? അതും അവിടെ കിട്ടും. റെഡി? ശരി. അടുത്ത നോക്കിക്കേ. ഡാഷ് കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. എന്ത് കൗ എന്ന് പറയാൻ പറ്റും ഇവിടെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദ കൗ വരും ഇവിടെ. ഓക്കെ, ദ കൗ ആണ്. റെഡിയാണോ? ശരി. അടുത്ത, വിച്ച് ഈസ് ദി കറക്റ്റ് സ്പെല്ലിംഗ്? ഈ താഴെ തന്നിട്ടുള്ളവയിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? പറയാമോ? ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാ? അസൈൻമെന്റ് എന്നുള്ളതാണ്. ഇതല്ല. അസൈൻ ഇതല്ല, ഇതും അല്ല. പൊട്ടത്തെറ്റ്. ഇത് പെട്ടെന്ന് കിട്ടും. അസൈൻമെന്റ്. ദി ക്വാളിറ്റി ഓഫ് ബോർഡ്സ് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ബോർഡ്സ് പ്ലൂറൽ ആണല്ലോ. സംഭവം എങ്ങനെയാണെന്ന് അറിയാം? ഇവിടെ ടഫ് ആവുന്നേ. ക്വാളിറ്റി ഓഫ് ബോർഡ്സ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആയി മാറുവേ. ദി ക്വാളിറ്റി ഓഫ് ബോർഡ്സ് വാസ് അല്ലെ? ദി ക്വാളിറ്റി ഓഫ് ബോർഡ്സ് വാസ് വരും. അതാണ് ഇവിടെ ഡിഫിക്കൽട്ട് ആയി മാറിയത്. ദി ക്വാളിറ്റി ഓഫ് ബോർഡ്സ് വാസ് നോട്ട് ഗുഡ് ആണ്. റെഡി അല്ലേ? പിക്ക് ഔട്ട് ദി എറർ പാർട്ട് ഇൻ ദി സെന്റൻസ്. പിക്ക് ഔട്ട് ദി എറർ പാർട്ട്. ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ളത് ഏതാ? ഐ മൈറ്റ് വാച്ച് ദിസ് പ്രോഗ്രാം, ഇറ്റ്സ് സപ്പോസ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കൂട്ടത്തിലെ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് അറിയാമോ? ഐ മൈറ്റ് വാച്ച് ദിസ് പ്രോഗ്രാം വിച്ച് ഈസ് ആണ് വരേണ്ടത്. ഇറ്റ്സ് എന്നുള്ളതിന് പകരം വിച്ച് ഈസ് ആണ് വരേണ്ടത്. ടഫായി അല്ലെ? ഐ മൈറ്റ് വാച്ച് ദിസ് പ്രോഗ്രാം, ഇറ്റ്സ് സപ്പോസ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൽ തെറ്റ്. പക്ഷെ വിച്ച് ഈസ് ആണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടതെന്ന് ഓർത്ത് വെച്ചോണം. റെഡിയാണോ? ശരി. അടുത്ത, സ്പോട്ട് ദി എറർ പാർട്ട്. എന്താ?
ടോക്സ് വിൽ ബി ഹോൾഡ് ഇൻ ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ലണ്ടനിൽ ടോക്ക് നടക്കും, സംസാരം നടക്കും. പക്ഷെ ഗ്രാമർ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേ പെട്ടെന്ന്. എന്തോ പറയാൻ പറ്റും? ടോക്സ് വിൽ ബി എന്തോ പറയാം? ഹെൽഡ് ആണ്, ഹോൾഡ് അല്ല. അതുകൊണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് കിട്ടും. അതും കിട്ടത്തില്ലേ? അതും സൂപ്പർ ആയിട്ട് കിട്ടും. അടുത്ത നോക്കിക്കേ, ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് ബുള്ളോക്ക്. ബുള്ളോക്കിന്റെ ഫെമിനൈൻ ജെൻഡർ എന്തുവായിരുന്നു? ഹെയ്ഫർ ആയിരുന്നു, ഓർത്ത് വെച്ചോണം. വിക്സണോ? ഫോക്സ്, വിക്സൺ. കുറച്ച് മുന്നേ കൂടെ നമ്മൾ ചെയ്തതല്ലേ ഉള്ളൂ അല്ലേ? റെഡിയാണോ? അടുത്ത പിക്ക് ഔട്ട് ദി ഓപ്പോസിറ്റ് ഓഫ് പെയിൽ അല്ലെ? വിളറി വെളുത്തിരിക്കുന്നതാണ് ഈ പെയിൽ. വിളറി വെളുത്തിരിക്കുന്നതാണ് ഈ പെയിൽ. അപ്പൊ ആ പെയിലിന് എന്ത് പറയാം? പെയിൽ റെഡി അല്ലെ? പെയിൽ റെഡി. പെയിൽ കളർ എന്ന് പറയുമ്പോൾ വൈറ്റ് പോലെ ഇരിക്കുന്നു, റെഡ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് ഓർത്താൽ മതി. റുഡി, റെഡി എന്നൊക്കെ കാണും. പ്രൊണൗൺസിയേഷൻ എനിക്ക് പ്രോപ്പർ അറിയത്തില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ നോക്കിയിട്ട് പറഞ്ഞു തരാം. പെയില് റെഡി, അത് ഓർത്ത് വെക്കാമോ? ഓർത്ത് വെക്കുവോ? കിട്ടുവോ? ശരി, അത് കിട്ടണം. അടുത്ത ബോൺ ഓഫ് മാരീഡ് പേരൻസ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്ത് പറയാം? ലെജിറ്റിമേറ്റ് എന്ന് പറയാം. ഓക്കെ, മാരീഡ് പേരൻസിന് ഉണ്ടാകുന്നത് ലെജിറ്റിമേറ്റ് എന്ന് പറയും. ബോൺ ഓഫ് മാരീഡ് പേരൻസ് ആണെങ്കിൽ ലെജിറ്റിമേറ്റ്, ബോൺ ഓഫ് മാരീഡ് പേരൻസ് ആണെങ്കിൽ ലെജിറ്റിമേറ്റ് ആണ്. ഇനി നോ വൺ ഡാഷ് ഗോയിങ് ടു ഹോസ്പിറ്റൽ ഡു ദേ അല്ലെ? നോ വൺ ഡാഷ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഡു ദേ. അപ്പൊ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഏതാണെന്ന് പറയാമോ? ഏതാ? നോ വൺ ലൈക്ക് ഗോയിങ് ആണ്, നോ വൺ ലൈക്സ് ആണ്, നോ വൺ ലൈക്സ്. ഓക്കെ, അപ്പൊ നോ വൺ ലൈക്സ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഡു ദേ. ഇതിന് ടഫ് ആണ്, കാരണം നമ്മൾ വന്നതിൽ നിന്നും മാറ്റം വന്നു. നോ വൺ ലൈക്സ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഡു ദേ, ഡസ് ദേ. സൂപ്പർ ആയിട്ട് കിട്ടണം. ഓക്കെ, നോ വൺ ഡാഷ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ, ഡു ദേ വന്നു, ലൈക്സ് ആണ്. റെഡി അല്ലേ? അടുത്തത് മാർത്താണ്ഡ വർമ്മ റിട്ടൺ ബൈ CB രാമൻ പിള്ള ഈസ് ഡാഷ് ഹിസ്റ്റോറിക്കൽ. ഹിസ്റ്റോറിക്കൽ, ഹിസ്റ്റോറിക്കൽ വരുമ്പോൾ എന്ത് വരും? ഭയങ്കര ഡൗട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഏതാ? എ ഹിസ്റ്റോറിക്കൽ ആണ്. ഈസ് എ ഹിസ്റ്റോറിക്കൽ ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ ആണോ? ഹിസ്റ്റോറിക്കൽ, എച്ച് സൈലന്റ് അല്ല, ഹിസ്റ്റോറിക്കൽ അല്ല, ഹിസ്റ്റോറിക്കൽ ആണ്. എ ആണ് ഇവിടെ വരുന്നത്. ഇതും PSC കീ മാറ്റി കളിച്ചിട്ടുണ്ട്. അടുത്ത ദ സൺ ഷൈൻസ് ഡാഷ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. സൺ ഷൈൻസ് അറ്റ് ആണോ, ഇൻ ആണോ, ബൈ ആണോ, ഫോർ ആണോ? ഏത് വരും? ദ സൺ ഷൈൻസ് ബൈ ഇറ്റ്സ് ഓൺ ലൈറ്റ് അല്ലെ? സൺ ഷൈൻസ് ബൈ ഇറ്റ്സ് ഓൺ ലൈറ്റ് ആണെന്ന് ഓർത്ത് വെച്ചോണം. റെഡി അല്ലേ? സൺ ഷൈൻസ് ബൈ ഇറ്റ്സ് ഓൺ ലൈറ്റ്. അടുത്ത ദ വേർഡ് ഓഫ് സിമിലർ മീനിങ് ടു ബിഹേവിയർ ഈസ് ഡാഷ്. വേർഡ് ഓഫ് സിമിലർ മീനിങ് ടു ബിഹേവിയർ. ബിഹേവിയറിന്റെ സിമിലർ മീനിങ് ഈ കൂട്ടത്തിൽ ഏതാണ്? ഏതറിയാം? ഡിപ്പോർട്ട്മെന്റ് ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഡിപ്പോർട്ട്മെന്റ് ആണ്, ഡിപ്പോർട്ട്മെന്റ് ആണ് ബിഹേവിയർ. ഇനി അറ്റയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡ്രസ്സിംഗ് ആണെന്ന് ഓർത്ത് വെച്ചോണം. അതായത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴുള്ള അറ്റയർ പ്രോപ്പർ അല്ല, അത് യൂണിഫോം ആക്കണം. അത് ഓഫ് പുള്ളി അടുത്ത ബാച്ച് വരുമ്പോഴത്തേക്ക് അത് യൂണിഫോം ആവണം അല്ലെ? പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. ചിലപ്പോൾ മുണ്ടും ഷർട്ടും ഇട്ടൊന്നും ഇരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ എനിവേ അതിന് അറ്റയർ എന്ന് പറയും. അറ്റയർ ഡ്രസ്സിംഗ് സെൻസ് അല്ലെ, ഡ്രസ്സിംഗ് സംഭവങ്ങൾ. ഒരു ഓഫീസിൽ മുണ്ടും ഷർട്ടും എടുത്തല്ല പോകേണ്ടത്, പ്രൊഫഷണൽ ഡ്രസ്സിലാണ് പോകേണ്ടത്. അപ്പൊ അറ്റയർ റോങ് ആണ്, അറ്റയർ ആണ്. അത് ഡിപ്പോർട്ട്മെന്റ് സ്വഭാവമാണ്. റിപ്പീറ്റഡ്. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക്. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക് എന്താ പറയും? സിനോപ്സിസ് എന്ന് പറയും. ഓക്കെ അല്ലേ? എവ്രി വൺ ഈസ് ഹാവിംഗ് ഡാഷ് ഒപ്പീനിയൻ. എവ്രി വൺ ഈസ് ഹാവിംഗ്, അടിപൊളി ടഫ് ചോദ്യം. എവ്രി വൺ ഈസ് ഹാവിംഗ് ഹിസ് ഒപ്പീനിയൻ അല്ലെ? എവ്രി വൺ ഈസ് ഹാവിംഗ് ഹിസ് ഒപ്പീനിയൻ എന്നുള്ളതാണ് പ്രയോറിറ്റി. എവ്രി വൺ ഒരു സിംഗുലർ ആണല്ലോ അല്ലെ? അതുകൊണ്ടാണ് ഹിസ് വന്നിട്ടുള്ളത്. എവ്രി വൺ സിംഗുലർ ഈസ്, അതുകൊണ്ടാണ് അതിന് ഹിസ് വന്നത്. ഇവിടെ ഉറപ്പായിട്ടും എല്ലാവരും 99% ആൾക്കാർ ഇതുകൊണ്ട് ബബിൾ ചെയ്ത് തെറ്റിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് യൂണിഫോം ബേസിൽ ടഫ് എക്സാമിന്റെ ബേസിലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? റെഡി? ഓക്കെ, എവ്രി വൺ ഈസ് ഹാവിംഗ്, എവ്രി വൺ സിംഗുലർ ആണ്, അതുകൊണ്ട് ഹിസ് വന്നു. അടുത്തത് ദ വേർഡ് കണക്ടിങ് ഗോഡ്സ് ഈസ് ഡാഷ്. ദ വേർഡ് കണക്ടിങ് ഗോഡ്സ് എന്താ? കാപ്രിൻ ആണ്. ഓക്കെ, കാപ്രിൻ എന്നുള്ളതാണ് ഗോട്ടുമായി കണക്ട് ചെയ്യുന്നത്. കാപ്രിൻ ഫാമിലി ആണ്. ഐ ടോൾഡ് യു ഡാഷ് സ്വിച്ച് ഓഫ് ദ TV. ഡിഡ്ന്റ് ഐ? ഐ ടോൾഡ് യു ഡോണ്ട്, ഡു നോട്ട്, നോട്ട് ടു. ഇതിന്റെ അകത്ത് എന്തോ പറയാൻ പറ്റും? ഐ ടോൾഡ് യു നോട്ട് ടു. റിപ്പീറ്റഡ് ചോദ്യം ഇത്. പക്ഷെ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ടൈം ആ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലെ? ഐ ടോൾഡ് യു നോട്ട് ടു സ്വിച്ച് ഓഫ് ദ TV. ഐ ടോൾഡ് യു ഡു നോട്ടോ ഡോണ്ടോ ഒന്നുമല്ല, നോട്ട് ടു അല്ലെ? നോട്ട് ടു. അപ്പോഴാണ് ഇവിടെ ഡിഡ് ഒളിഞ്ഞിരിക്കുന്നത് പൊങ്ങി വരിക. ഐ ടോൾഡ് യു നോട്ട് ടു സ്വിച്ച് ഓഫ് ദ TV. ഡിഡ്ന്റ് ഐ? ഓർത്ത് വെക്കോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ, സെക്കൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. ആസ് ഫ്രണ്ട്ലിനെസ് ഡാഷ്. ആസ് ഫ്രണ്ട്ലിനെസ് ഡാഷ് അറിയാമോ? ആസ് ആൻ അലാം ക്ലോക്ക് അല്ലെ? അലാം ക്ലോക്ക് പോലെ തന്നെ ഫ്രണ്ട്ലിനെസ് ആണ്. ആസ് ഫ്രണ്ട്ലിനെസ് ആസ് ആൻ അലാം ക്ലോക്ക്. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം. ദ മെജോറിറ്റി ഡാഷ് എഗൻസ്റ്റ് ഹിസ് ഡിസിഷൻ.
മെജോറിറ്റി ആൾക്കാർ അവന്റെ ഡിസിഷൻ എതിരായിരുന്നു. അതിനെന്ത് പറയാം? ദ മെജോറിറ്റി. അപ്പൊ നമ്മൾ ഓർക്കും മെജോറിറ്റി എന്ന് പറയുമ്പോൾ എന്തുവാ? ഒന്നുമില്ല, സിംഗുലർ ആണ്. ദ മെജോറിറ്റി ഈസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദ മെജോറിറ്റി ഈസ് അഗൈൻസ്റ്റ് ഹിസ് ഡിസിഷൻ. ദ മെജോറിറ്റി ഈസ് അഗൈൻസ്റ്റ് ഹിസ് ഡിസിഷൻ. ദ മെജോറിറ്റി ഈസ് അഗൈൻസ്റ്റ് ഹിസ് ഡിസിഷൻ. അപ്പൊ കാര്യങ്ങളൊക്കെ കിട്ടിയോ? അപ്പം നമ്മൾ ഇപ്പോഴും ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നു. സിമ്പിൾ ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്തതുണ്ടായിരുന്നു, പിന്നെയും സിമ്പിൾ ഉണ്ടായിരുന്നു, പിന്നെയും ടഫ്, പിന്നെയും സിമ്പിൾ, ഇങ്ങനെ ആ വേവ് പൊക്കോണ്ടിരിക്കും. എക്സാം മോഡലും ഇങ്ങനെ ആയിരിക്കും. എനിവേ സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യണം, അടുത്ത ദിവസത്തെ അടിപൊളിയായിട്ട് എഴുതണം. പിന്നെ ചെറിയ ചെറിയ ഗ്ലിച്ചുകളും കാര്യങ്ങളൊക്കെ സഹിച്ചതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ബാക്കി റിവ്യൂസ് വരണം. നമ്മുടെ ഉറപ്പായിട്ടും അടുത്ത ക്ലാസ്സസ് ഇപ്പൊ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. ഈ ഫ്ലോയിൽ തന്നെ അങ്ങ് പഠിച്ചു പോകണം. ഓക്കെ, എന്തിനൊക്കെയാണ്? ഡിഗ്രി മെയിൻസിന്. ഓക്കെ, ഡിഗ്രി മെയിൻസ് ബാച്ചുകാർക്ക്, അതായത് SIയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും. ഓക്കെ, അതേപോലെ SBCID ഇവർക്ക് രണ്ടിനും ഇത്ര എണ്ണത്തിനും വേണ്ടി ഏറ്റവും GK കംപ്ലീറ്റ് റിവിഷൻ 20 സെഷൻസ് ഇതാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്ത് പഠിക്കണം. പ്രിലിംസിൽ അത്യാവശ്യം മാർക്ക് കിട്ടുമെന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിച്ചു പോകണം. എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ലെന്ന് വെച്ചോ, പഠിച്ചു തുടങ്ങിയ നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. ഇതോടുകൂടി ക്വിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വിട്ടോന്ന് ഞാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങണം. പിന്നെ VFA, LD-കാര്, പിന്നെ LGS അങ്ങനെയുള്ളവരെല്ലാവർക്കും നിങ്ങൾക്ക് ലോങ് ടൈം ബാച്ച് വരുന്നുണ്ട്. ഇപ്പൊ ധൃതിപ്പെടേണ്ട ആവശ്യമില്ല, അത് ഞാൻ ലോഞ്ച് ചെയ്തും തരാം. എക്സാം ടൈം ആകുമ്പോൾ ഇതേപോലെ റിവിഷൻ ബാച്ചും തരാം. ഓക്കെ ആണോ? അപ്പോ നമുക്ക് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും ബാച്ചിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കോഴ്സ് സീരീസിൽ ഈ ടെസ്റ്റ് സീരീസ് ഫുള്ള് ചെയ്ത് തീർക്കണം. ഫുള്ള് നിങ്ങൾക്കുള്ളതാണ്, കൊണ്ട് നടക്കണം. ഓക്കെ അല്ലേ? റെഡി? അപ്പൊ പോട്ടെ, അടുത്ത ക്ലാസ്സിൽ കാണാമേ. സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവുമോ? ഇല്ല, ഇത് GK കംപ്ലീറ്റ് റിവിഷൻ ബാച്ച്. സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി വേറെ ബാച്ചുകൾ വേറെ സെറ്റ് ചെയ്ത് തരാമെന്നുള്ളത് റെഡിയാ. കംപ്ലീറ്റ്ലി ഞാൻ എടുക്കുന്ന ബാച്ച് ഇതായിരിക്കും. അല്ലാതെ ഫുൾ ബാച്ചുകൾ ഫുൾ ചെയ്തിട്ടുള്ളതൊക്കെ LDക്കും ബാക്കി LGSനും VFAക്കും ഒക്കെ നമ്മൾ തരികയും ചെയ്യും. റാങ്കും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റും ഉറപ്പായിട്ട് അതിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അത് മിക്സഡ് ബാച്ച് ആയിരിക്കും. അതിൻ്റെ അകത്ത് മാത്സ് ഒരു അധ്യാപകനായിരിക്കും. അങ്ങനെ എല്ലാവരും കൂടെ വെച്ചെടുക്കുക. GK കംപ്ലീറ്റ്ലി ഞാൻ തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് 8 മണിക്ക് യൂട്യൂബ് ലൈവ് ഉണ്ട്, എത്തണേ കേട്ടോ. 8 PM യൂട്യൂബ് ലൈവ് ഉണ്ട്, മിസ്സാക്കരുത്. തീ പറക്കുന്ന ചോദ്യങ്ങളുമായിട്ട് വരാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. എട്ട് മണിക്ക് യൂട്യൂബ് ഉണ്ടേ കേട്ടോ. ശരി, നാളെ അല്ല ക്ലാസ്, ഇനി തിങ്കളാഴ്ച മൺഡേ. അത് അടുത്ത നോട്ടിഫിക്കേഷൻസിൽ അയച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ ബാച്ച് ASMന്റെ ഇന്നുകൊണ്ട് തീർക്കുന്നില്ല തൽക്കാലം, തിങ്കളാഴ്ചകളുണ്ടേ. പിന്നെ എല്ലാവരും നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യണം കേട്ടോ. നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യണം. ആപ്പിലെ ഗ്രൂപ്പിന്റെ അകത്ത്, ആപ്പിന്റെ ഫോറം ഇല്ല ഒരുമിച്ചുള്ള ഗ്രൂപ്പ്, അതിൽ റെസ്പോണ്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. ASM കഴിഞ്ഞിട്ടില്ല, പറയാൻ മറന്നു. അടുത്ത ദിവസം കൂടെ ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.